പ്രാർത്ഥനകൾ യാതനകൾ കേട്ട കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം, 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 സ്തോത്രം. രോഗികൾക്കെല്ലാം കർത്താവ് വിടുതൽ നൽകിയതിനായി സ്തോത്രം ചെയ്യാമോ? സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിട്ട്. ഈ അനുഗ്രഹപ്പെട്ട നല്ല പകൽക്കാലത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ സെഷൻ പകൽക്കാലം നമുക്ക് ദൈവസഭയായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ സഹായിച്ചല്ലോ. വേദിയിലായിരിക്കുന്ന അനുഗ്രഹീത ദേവദാസന്മാർ പാസ്റ്റർ തോമസ് കുട്ടി അവർ, പാസ്റ്റർ രാജീവ് അവർ, ഇന്ന് ദൈവവചനം സംസാരിക്കാൻ കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ ഷെറിൻ പോൾ അവർ, സദസ്സിലായിരിക്കുന്ന ദേവദാസന്മാർ, സജീവ് പാസ്റ്റർ, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം കർത്താവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നമുക്ക് തുടർന്ന് ദൈവവചന ശുശ്രൂഷയുടെ സമയമാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു, വിശ്വസിക്കുന്നു, നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരുന്നു. ഒരു മനുഷ്യനാണ് അവർ ദൈവവചനം, അപ്പോസ്തലന്മാർ അവർ ദൈവവചനം സംസാരിച്ചപ്പോൾ ഒരു മനുഷ്യർ സംസാരിക്കുന്ന രീതിയിലല്ല, സാക്ഷാൽ ദൈവവചനം കേൾക്കുന്നത് പോലെ അത് അവർ സ്വീകരിച്ചപ്പോൾ അത് അവരുടെ ഇടയിൽ, ആ വിശ്വസിച്ച ജനത്തിൻ്റെ ഇടയിൽ വചനം വ്യാപരിച്ചു കൊണ്ടിരുന്നു. നമുക്ക് അതുപോലെ ഒരുക്കത്തോടെ പ്രിയ ദേവദാസിലൂടെ കേൾക്കുന്ന ദൈവവചനം കേൾക്കുവാൻ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ദൈവവചനമായി കടന്നു വന്നിരിക്കുന്ന, ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ ഷെറിൻ പോൾ അവറുകളാണ്. പ്രിയ ദേവദാസൻ തക്ക സമയത്ത് കടന്നു വന്നു. ക്ഷണം സ്വീകരിച്ച് കടന്ന ദേവദാസനെ ഈ ദൈവസഭയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സമയത്ത് തുറന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയ ദേവദാസനെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായിരിക്കുന്ന നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിൽ ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത ശുശ്രൂഷകൾക്കായി എന്നെ ക്ഷണിച്ച ഈ ദൈവസഭയുടെ മുഖ്യ കാർമ്മികത്വ ശുശ്രൂഷകൾ ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തൻ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണികൾക്ക് വേണ്ടി ദൈവത്താൽ പ്രയോജനപ്പെടുന്ന വേദിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, ദൈവസഭ, എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ പേര് ഷെറിൻ പൗലോസ് എന്നാണ്. എൻ്റെ സ്വദേശം മലയങ്കീഴാണ്. കഴിഞ്ഞ 13 വർഷമായി കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ കാട്ടാക്കട പട്ടണത്തിലായിരിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇന്ത്യ എന്ന് പറഞ്ഞ അനുഗ്രഹീത പ്രസ്ഥാനത്തോടു കൂടി ചേർന്ന് കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്കും അവസരങ്ങളെ നൽകി തരുന്നു. എൻ്റെ പല സ്നേഹിതന്മാരും ഈ പ്രസ്ഥാനത്തിൻ്റെ ശുശ്രൂഷകരാണ്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിമിതമായ സമയമാണ് നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് മുഖവുരകൾ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാതെ വേഗം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് നമ്മുടെ പ്രഥമ ചിന്തകൾക്കായിട്ട് സമയങ്ങളെ വേർതിരിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 3-ാമത് അധ്യായം അതിൻ്റെ 16 മുതലുള്ള വേദഭാഗങ്ങൾ ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? മതി. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചേ. കേൾപ്പിക്കപ്പെട്ട ദൈവവചനം ഇന്ന് പകലിൽ നമ്മുടെ ആത്മമനുഷ്യന് പ്രയോജനകരമായി തീരേണ്ടതിന് വചനത്തിൻ്റെ വെളിപ്പാടിനെയും വചനത്തിൻ്റെ ശക്തിയെയും ദൈവവചനത്തെ ഗ്രഹിക്കുവാൻ അനുവദിക്കാതെ ഹൃദയങ്ങളെ കുരുപിടിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ ദേശാധിപതി വ്യാപാരങ്ങളെയും, എല്ലാ ഇരുളിൻ്റെ അധികാരങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലിൽ വെട്ടേണ്ടതിന് ഒരുമിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. വചനം കേൾക്കുന്നതിന് ഗ്രഹിക്കുവാൻ അനുവദിക്കാതെ, വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുവാൻ അനുവദിക്കാതെ, വചനത്തോട് പ്രതികരിക്കുവാൻ അനുവദിക്കാതെ, ആമേൻ, ജനത്തിൻ്റെ ഹൃദയത്തെ കുരുട് പിടിപ്പിക്കുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും ഇരുളിൻ്റെ ആധിപത്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഈ പകലിൽ അതഴിഞ്ഞു മാറട്ടെ. ദൈവം നമുക്ക് കൈമാറാൻ
കൈമാറിയ ദൈവരാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ മൗനമായിരിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ ഇത് വൃഥാ വന്നിട്ട് പോകേണ്ട പകലല്ല. ദൈവവചനത്തോട് പ്രതികരിച്ച് ആത്മലോകത്തിൽ ആമേൻ നമുക്ക് വിരോധമായി യുദ്ധം ചെയ്യുന്ന പൈശാചിക മേഖലകളെ പിടിച്ചുകെട്ടാൻ ദൈവം നമ്മുടെ മേലൊരു അഭിഷേകം തന്നിട്ടുണ്ട്. നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ പട്ടണത്തിൻ്റെ ദുർഭൂത ശക്തികളും ഈ രാത്രിയിൽ പരാജയപ്പെട്ട് മാറേണ്ടതിന്, ദൈവനിയോഗമുള്ളൊരു തലമുറ ഇതിനകത്ത് പുറത്തു വരേണ്ടതിന്, ദൈവനിയോഗം പ്രാപിക്കപ്പെട്ട അഭിശുദ്ധന്മാർ പുറത്തു വരേണ്ടതിന്, ശുശ്രൂഷകളെ മറയ്ക്കുന്ന വാഗ്ദത്തങ്ങളെ മണ്ണിട്ട് മൂടുന്ന എല്ലാ ഇരുട്ടിൻ്റെ അധികാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വഴിയട്ടെ. അർദ്ധരം ശാനധാരി വൈഷപ്രഭം ധനാദി അടകജനദുരിഘടക റാംശിബിധി പരഘടക. പരിശുദ്ധാത്മാവെന്ന് പകലിൽ ദൈവസഭയോട് പറയുന്നു, നഷ്ടപ്പെട്ടു പോയ ചില കൃപാവരങ്ങളെ ദൈവം ചിലർക്ക് മടക്കി നൽകാൻ പോകുകയാണ്. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥന, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം, നഷ്ടപ്പെട്ടു പോയ വെളിപ്പാട്, നഷ്ടപ്പെട്ടു പോയ നിയോഗങ്ങൾ ദൈവം ചിലരുടെ മേൽ കൈമാറുന്ന പകലായി ഈ പകൽ തീരട്ടെ. യേശുവിൽ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ സ്തുതിച്ചേ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തെ ആരാധിച്ചേ. സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനേ, തേജസ്സിൻ്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെ താൻ താഴ്ത്തിയോനേ, സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനേ, തേജസ്സിൻ്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെ താൻ താഴ്ത്തിയോനേ, ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിൻ്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, സ്തുതികൾക്ക് യോഗ്യനായി. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. കരങ്ങൾ ഉയർത്തി പാടാമോ? ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി, രാജകീയ പുരോഹിതനാ മഹാകരുണയാൽ തിരഞ്ഞെടുത്തു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു
ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താതി കർത്താവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാതി രാജാവായി. ചേർന്ന് പാടിയേ. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താതി കർത്താവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാതി. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. ചേർന്ന് പാടിയേ. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുമ്പിൽ കാഴ്ചവയ്ക്കുവാൻ, തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലൊരു ഭാഗ്യം, ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. എൻ്റെ താതൻ്റെ മാർവിടമേ. ഞങ്ങളുടെ പിതാവേ, ഈ നല്ല പകലിനായി തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അഭിഷുദ്ധനും ദൈവസഭയ്ക്കും ദൈവം കൊടുത്ത നിയോഗവും വെളിപ്പാടും അനുസരിച്ച് ക്രമീകരിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത് പകലിൽ നിൻ്റെ ജനത്തെ ശുശ്രൂഷിപ്പാനും പുത്രനെ ഉയർത്തുവാനും ദൈവം എളിയവനെയും ഈ പകലിൽ നിയോഗിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എളിയവൻ്റെ ബലഹീനതകൾ, കുറവുകൾ ഒന്നും ഓർക്കാതെ നിൻ്റെ ജനത്തെ ശുശ്രൂഷിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഇന്ന് പകലിൽ എളിയവൻ്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് തന്ന പുത്രനെ ഉയർത്തുന്നു. മെശിഹായുടെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നമ്മളെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം ചെയ്യാമോ? ശക്തിയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കേണ്ട വിധമായ സമയമാണ് നമുക്കുള്ളത്. അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് പ്രകാശിപ്പിച്ച ചില ആത്മീക ചിന്തകൾ നിങ്ങളോട് പറഞ്ഞ് വേഗത്തിരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവ് നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. കാട്ടാക്കട പട്ടണത്തിൽ ഞാനിവിടെ പോയാലും എൻ്റെ ഒരു അല്പസാക്ഷ്യം ഞാൻ പറയും. 13 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വരുമ്പോൾ ഇന്ന് രാവിലെ ദൈവസഭയുടെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ ഹെഡ്മാസ്റ്ററിനെ വിളിച്ച് സംസാരിച്ചു. അവരെന്നോട് പറഞ്ഞ്, പാസ്റ്ററേ, എനിക്ക് ഈ സ്ഥാനത്തിരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കൊച്ചു കുഞ്ഞ്, എനിക്ക് ഒരു 18-19 വയസ്സേ ഉള്ളവൾക്ക്, അവളാണ് സൺഡേ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ. അന്നേരം ഞാൻ പറഞ്ഞു, മോളെ,
13 വർഷം മുമ്പ് ഷെരുംപാസ് കാട്ടാക്കട പട്ടണത്തിൽ വരുന്നത് 2 ബിഗ് ഷോപ്പറിനകത്ത് കുറച്ച് തുണിയുമായിട്ടാണ്. എൻ്റെ മൂത്ത കുഞ്ഞിന് അന്നേരം 2.5 മാസമാണ്. ഈ കാട്ടാക്കട പട്ടണത്തിൽ വന്ന് ഒരു പൊളിഞ്ഞു കിടന്ന സഭയുടെ പ്രവർത്തനം തുടങ്ങുമ്പോൾ പലരും പറഞ്ഞു 5 ദൈവദാസന്മാർ 7 വർഷം ഇവിടെ ഇരുന്നു. 5 പേര് 7 വർഷം ഇരുന്നിട്ട് ആ സഭയെ പണിയുവാൻ കഴിഞ്ഞത് മൊത്തം പൊളിഞ്ഞും തകർന്നും. ആ സഭയ്ക്കകത്ത് ആ സഭയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്ക് പറയും ഞങ്ങളങ്ങോട്ട് വരുന്നില്ലെന്ന് പറയും. അങ്ങനെ ഭയങ്കര ഒരു കോളനി ബേസ്ഡ് ഏരിയയിൽ സ്തോത്രം ആദ്യത്തെ ശുശ്രൂഷ സഭ അവിടെയായിരുന്നു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഈ പട്ടണത്തിനകത്ത് ഈ സഭയെ ഞാനൊന്ന് എടുത്ത് വെക്കാൻ പോവുക, നടാൻ പോവുക. അന്ന് 14 പേര്, കൊച്ചു കുഞ്ഞുങ്ങളുൾപ്പെടെ 14 പേര് ഞങ്ങളവിടെ ഉണ്ട്. ഞാൻ ദൈവസഭയിൽ പറഞ്ഞ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അടുത്ത ആഴ്ച ഈ വീട്ടിൻ്റെ മകളിലെ ആരാധന, അടുത്ത ആഴ്ച നമ്മുടെ പട്ടണത്തിനകത്താണ് ആരാധന. 14 പേരിൽ എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഞങ്ങൾ കാണത്തില്ല, കാരണം 7 വർഷം 5 ദൈവദാസന്മാരിവിടെ ഇരുന്നിട്ടൊന്നും നടന്നിട്ടില്ല, അതുകൊണ്ട് ഇത് പട്ടണത്തിൽ കൂടിപ്പോയി നാണം കെടാവേ. ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവാണ് എന്നോട് പറഞ്ഞത്. ദൈവത്തിൻ്റെ നിയോഗത്താൽ 12 വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാക്കട പട്ടണത്തിൽ വാടക കെട്ടിടത്തിനകത്ത് ഞങ്ങൾ ആരാധന തുടങ്ങി. കുറച്ച് പേരൊക്കെ വന്നു, ആരാധിച്ചു, സ്തോത്രം. കുറച്ച് പേരൊക്കെ വിട്ടുപോയി, കൂടെ ഉണ്ടവർ തന്നെ പലരും വിട്ടുപോയി. അന്നേരം പിന്നെ ആളെണ്ണം കുറഞ്ഞു. അന്നേരം പിന്നെ എൻ്റെ മനസ്സിലൊരു ചിന്ത, ഈ കൺവെൻഷൻ യോഗങ്ങളൊക്കെ വച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വരുമെന്നാണ്. കാരണം അന്ന് ഒരു 26 വയസ്സൊക്കെ എനിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ചിന്ത എങ്ങനെയാണ്, കൺവെൻഷൻ യോഗം വെച്ച് കഴിഞ്ഞപ്പോൾ 2 കുടുംബം കൂടെ അങ്ങ് പോയി, ആൾക്കാരൊന്നും വന്നില്ല. പിന്നെയും പ്രാർത്ഥിച്ച് ദൈവത്തോട്. അന്നും 21, 40, 7, 10, 3 അങ്ങ് ഉപവാസമാണ്. സ്തോത്രം. അങ്ങനെ ഒറ്റയ്ക്കാണ് നിന്നത്. അന്നൊരു പ്രസ്ഥാനത്തോടുകൂടെ അല്ലായിരുന്നു. അന്ന് കർത്താവിനോട് പറഞ്ഞു, ഞാൻ ഈ ചർച്ചിൻ്റെ പേര് രഹബോത്ത് എന്നിടുവാന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനോട് കൃത്യമായി സംസാരിച്ച് രഹബോത്ത് എന്ന പേരിട്ടു. അന്ന് എന്നോട് പറഞ്ഞു, മോനെ, ഈ സഭയുമായി ബന്ധപ്പെട്ട് നോർത്ത് ഇന്ത്യയിലും വിദേശത്തുമെല്ലാം ഞാൻ നിനക്ക് ചർച്ച തരും. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ 10ാം ക്ലാസ്സും കുസ്തിക്കാരനുമാണ്, എൻ്റെ അപ്പനൊരു വിശ്വാസി പോലും അല്ല, വേദപുസ്തകം 2 പ്രാവശ്യം വലിച്ചു കീറി ദൂരെ എടുത്തെറിഞ്ഞിട്ടും മനുഷ്യൻ്റെ മോനാണ് ഞാൻ, ഈ സഭ തന്നെ കൊണ്ടുപോകാൻ പാടാ കർത്താവേ. സ്തോത്രം. 10 വർഷങ്ങൾക്ക് മുമ്പ് ദൈവനോട് പറഞ്ഞ ആലോചന 2021 ഇന്ത്യയുടെ 7 സ്റ്റേറ്റുകൾക്കകത്ത് കർത്താവ് പ്രവർത്തനം തന്നു. അന്നേരം ദൈവത്തോട് പറഞ്ഞ്, കർത്താവ്, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകൾക്കും ഓരോ പ്രവർത്തനം വെച്ച് തരണം. സ്തോത്രം. ചില വേലക്കാരെ അയക്കാൻ, ചില ശുശ്രൂഷകരെ ചേർത്ത് നിർത്താൻ കർത്താവ് എനിക്ക് അവസരം തന്നു. അന്ന് കൺവെൻഷൻ്റെ പോസ്റ്റ് ഒട്ടിക്കാൻ പറഞ്ഞ ഒറ്റയ്ക്കാണ്. പക്ഷെ കാച്ചും പോസ്റ്റ് എടുക്കും, ഒറ്റയ്ക്ക് ഒട്ടിക്കാൻ പോകും, ഒറ്റയ്ക്ക് ഫ്ലക്സ് കെട്ടും, ആരും കൂടെ ഇല്ല, 2 കൊച്ചു പിള്ളേരേ ഉള്ളൂ. വീട്ടുകാർ പറഞ്ഞു, ഇവിടെ പ്രശ്നം പാസ്, അതുകൊണ്ട് ഈ 5 തെങ്ങിൻ മൂടെന്ന് പറഞ്ഞാൽ എറിയെന്ന് പറഞ്ഞാൽ ഒരു കൺവെൻഷൻ വയ്ക്കുന്നത്. പക്ഷേ ഫ്ലക്സൊക്കെ അടിച്ച് പൊട്ടിച്ചു. ഞാൻ രാത്രി ഫ്ലക്സ് നോട്ടീസ് അങ്ങോട്ട് ഒട്ടിച്ചിട്ട് വരുമ്പോഴത്തേന് എന്നെ രാത്രി പിടിച്ചു നിർത്തി തല്ലാനൊക്കെ നോക്കി. ദൈവകൃപയാൽ തല്ലൊന്നും കിട്ടിയില്ല. സ്തോത്രം. എന്നാൽ ഇന്ന് ഞാൻ അന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ഒരു 5 യൗവനക്കാരെ തരാമെന്ന് ചോദിച്ചു. 5 യൗവനക്കാരെ. 2024 ആയപ്പോൾ കർത്താവ് 35 യൗവനക്കാരെ ദൈവസഭയിൽ തന്നു. എല്ലാം മയക്കുമരുന്നിനും കഞ്ചാവിനും, കൊലക്കേസ് ഉൾപ്പെടെ 23 കേസുകളിലെ പ്രതിയും ആയിട്ടുള്ള എല്ലാവരെയും കർത്താവ് കൊണ്ടുവന്നു. ഒരു ചെറിയ യൗവനക്കാരെ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു 5 അമ്മച്ചിമാരെ തരണമെന്നാണ്. അന്ന് യൗവനക്കാരെ തരുന്നതാണ് പ്രാർത്ഥിച്ചത്. സ്തോത്രം. ചില നാളുകൾക്ക് മുമ്പ് ഒരു രാജ്യത്ത് പോകാൻ കർത്താവ് അവസരം തന്നു. അവിടെ പോയി ശുശ്രൂഷകൾ ചെയ്തു. അവിടെ ഒരു ചെറിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു UK. ആ കൂട്ടായ്മ ഇന്ന് ഞങ്ങളോട് ചേർന്നാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞേ, കർത്താവ് നമ്മളോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനാണ്. 10 വർഷം മുമ്പിനോട് പറഞ്ഞു, കാട്ടാക്കട പട്ടണത്തിൽ ഞാൻ നിനക്ക് സഭയ്ക്ക് സ്ഥലം തരും. സ്തോത്രം. ഈ ദൂത് ദൈവദാസന്മാരെന്നോട് പറയുമ്പോൾ എൻ്റെ വിശ്വാസികൾ, സഹോദരിമാർ പലരും മുഖത്തൂടി സ്കാർഫും തലയിലിട്ടിരിക്കുന്ന സാരിയൊക്കെ മറച്ചിരുന്നിട്ട് എന്നെ നോക്കി ചിരിക്കും. കാരണം പാസ് കൈ കെട്ടിക്കുന്ന വാച്ചേ ഓടുന്നില്ല. അപ്പോഴാണ് കാട്ടാക്കട സ്ഥലം കിടക്കുമെന്ന് പറയുന്നത്. ഞാൻ വിശ്വസിച്ചു. 12 വർഷങ്ങൾ ദീർഘമായി ഞാൻ പ്രാർത്ഥിച്ചു. നല്ലൊരു ഭവനം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫുമായിട്ട് ഒരു മീറ്റിങ്ങിന് പോയിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ട് എത്രാമത്തെ വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്? അവളെങ്ങനെ കൂട്ടി, ധനുവച്ചൂരത്ത് ഇത്ര വീട്, കാട്ടാക്കട ഇത്ര വീട്, കൂട്ടി വന്നപ്പോഴത്തേന് ഏകദേശം 12 വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു. സ്തോത്രം. അന്ന് ഞാൻ ദൈവത്തോട് തീരുമാനമുണ്ടായിരുന്നു, കർത്താവേ, നിനക്ക് വേണ്ടി ഒരു ആലയം പണിതിട്ടല്ലാതെ ഞാൻ വീട് വെക്കത്തില്ല. ഒത്തിരി രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങൾ കടന്നു പോകാൻ അവസരം തന്നു.
കാശിന് വേണ്ടി ഇത് ശുശ്രൂഷിച്ചില്ലേ? ചെയ്ത ശുശ്രൂഷിച്ചതിലുള്ള സ്വോത്രക്കാഴ്ച തന്നിട്ടുണ്ടോ? അന്നും ചില വലിയ വലിയ ചർച്ചകളിലൊക്കെ പോകുമ്പോൾ ഞാനൊരു അടിച്ചു പൊളിച്ച് വലിയൊരു മെസ്സേജൊക്കെ കൊണ്ടുപോകും. ഏതെന്നറിയുമോ? സ്തോത്രം, ഈ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായമൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സഹാക്കിനോടുള്ള വാഗ്ദത്ത ബന്ധത്തിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ. പക്ഷേ ആ ചർച്ചിനകത്ത് അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയൊക്കെ നിൽക്കുമ്പോൾ രാവിലെ ആകുമ്പോൾ കർത്താവ് എന്നോട് പറയും, നീ ഇവിടെ പ്രസംഗിക്കേണ്ടത് വെളിപ്പാട് പുസ്തകമാണ്. ആരെങ്കിലും സ്വോത്രക്കാഴ്ച തരുമോ? ആരും തരത്തില്ല. ഉള്ളതുപോലും കിട്ടത്തില്ല ചിലപ്പോൾ. സ്തോത്രം. എങ്കിലും കർത്താവ് തന്നതിനെയൊക്കെ ഇങ്ങനെ ശേഖരിച്ചു വെച്ചു. 2 സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. അഡ്വാൻസും കിട്ടിയില്ല, സ്ഥലവും കിട്ടിയില്ല, പറ്റിച്ചെന്നെ. കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി ചർച്ചിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ ഓർമ്മിപ്പിച്ചോടെ, രഹബോത്ത് എന്ന പേര് തന്നതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? നീ ആദ്യം ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തില്ലേ, അത് ഏശക്കായിരുന്നു. നീ രണ്ടാമതൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തില്ലേ, അത് സിദ്നയായിരുന്നു. നീ മൂന്നാമത് ഞാൻ നിനക്ക് തന്ന സ്ഥലമുണ്ടല്ലോ, അതാണ് രഹബോത്ത്. കർത്താവ് ഒരു ചെറിയ പേര് തന്നതുപോലും ദൈവത്തിൻ്റെ ഭയങ്കര പദ്ധതി അതിനകത്ത്. ഹല്ലേലൂയ. കഴിഞ്ഞ മാസം ലാസ്റ്റ് ഒരു ഇച്ചിരി സ്ഥലത്തിന് കാട്ടാക്കട പട്ടണത്തോട് ചേർന്ന് ഒരു ചെറിയ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. അത് മേടിച്ചു. ദൈവസഭയുടെ പണികൾ ദൈവം അനുവദിച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം ഒരു 20 days ഫാസ്റ്റിംഗ് കൊണ്ട് അത് കഴിഞ്ഞിട്ട് ദൈവസഭയുടെ പണികൾ തുടങ്ങും. അന്നേരം ഈ സ്ഥലം കിട്ടിയപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഇതല്ല നിൻ്റെ സ്ഥലം, സ്തോത്രം, ഇത് താൽക്കാലികമാണ്. അതുകൊണ്ട് നീ ഒത്തിരി കാശ് ഇവിടെ മുടക്കണ്ട. ബസ് സ്റ്റാൻഡിൽ നിന്നും 250 മീറ്റർ മാറി ഞാൻ നിനക്ക് സ്ഥലം തരും. സ്തോത്രം. അന്ന് എനിക്കുള്ള 6 സെൻറ്റ് വസ്തുവിന് പട്ടയം പോലും ഇല്ല. എനിക്കൊരു ഷെയറുണ്ട് ചെറിയ കുടുംബത്തിനകത്ത്, അതിന് പട്ടയം പോലും ഇല്ല ശരിക്ക്. അപ്പോഴും കർത്താവിനോട് പറയാം, ഞാൻ നിനക്ക് ഈ പട്ടണത്തിൽ സ്ഥലം തരും. സ്തോത്രം. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അത് ചെയ്യാൻ ഭയങ്കര വിശ്വസ്തനാണ് കർത്താവ്. കർത്താവിനെ സ്നേഹിച്ചാൽ മാത്രം മതി. സ്തോത്രം. നമ്മുടെ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. ആരും തലയ്ക്ക് യേശു ദൂത് പറഞ്ഞില്ലേലും നമ്മുടെ തലയിൽ വീഴേണ്ട നന്മകൾ വീണിരിക്കും. നല്ലൊരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കും, കർത്താവ് ഇതിനൊന്നും യോഗ്യനല്ല. കാരണം ഞാൻ 5.5 വർഷം നടക്കത്തില്ല. അമ്മയുടെ ഉദരം മുടന്തനായിരുന്നു ഞാൻ. എൻ്റെ 2 കൈയും പുറകിലോട്ട് കുത്തി ദീർഘമായിരിക്കുന്ന 5 വർഷങ്ങൾ വീട്ടിനകത്ത് ഇഴഞ്ഞ് നീങ്ങി. എൻ്റെ അപ്പനൊരു CSI ബാക്ക്ഗ്രൗണ്ടുള്ള മനുഷ്യനാണ്. പക്ഷേ ദൈവവുമായിട്ട് ബന്ധമില്ല. അമ്മയെ ആ ചർച്ചിലൊന്നും വിടത്തില്ല. അമ്മയെ സ്തോത്രം CSI ചർച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അമ്മ ഉരുട്ടമ്മല AG ചർച്ചിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേന് അമ്മയെ പൊതിരെ തല്ലും എൻ്റെ അപ്പൻ. അമ്മയെ തല്ലി ബോധം കെടുത്തി ഇട്ടിട്ടുണ്ട്. രാവിലെ ഒരു ദിവസം രാവിലെ ഞാൻ ഓർക്കുന്നുണ്ട്, വളരെ കുഞ്ഞിലെ അമ്മ രാവിലെ ഇടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 3 മണിയായപ്പോൾ ശബ്ദം ഒന്ന് കൂടിപ്പോയി. അപ്പൻ ചാടി എഴുന്നേറ്റ് ഒറ്റ തൊഴിയായിരുന്നു. അമ്മ ബോധം കെട്ട് വീഴുന്നു. ഞങ്ങളൊക്കെ നിലവിളിച്ച് നാട്ടുകാരൊക്കെ കൂടി അമ്മ എടുത്തുകൊണ്ട് അമ്മയെ സ്തോത്രം വൈദ്യൻ്റെ അടുക്ക കൊണ്ടുപോയി മരിച്ചു കൊണ്ടുവരുമെന്നൊക്കെയാണ് പറഞ്ഞേ. എങ്കിലും പിറ്റേ ദിവസവും ആ അടിയെല്ലാം അമ്മ മറന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഒരു തലയിലിട്ടിരിക്കുന്ന തുണിയുണ്ടല്ലോ, ഇന്നല്ലേ മോഡൽ സ്കാർഫൊക്കെ വന്നത്. പണ്ട് ഏതെങ്കിലുമൊക്കെ തുണിയൊക്കെ എടുത്തിട്ട് സാരിയുടെ തുമ്പൊക്കെ പിടിച്ചു വെച്ച് തലയിലിട്ടുകൊണ്ടല്ലേ പ്രാർത്ഥിക്കുന്നേ. തലയിലിട്ടിരിക്കുന്ന തുണിയുടെ ഒരു ഭാഗം വായ്ക്കകത്തോട് കുത്തിത്തിരികി വെച്ച് ശബ്ദം പുറത്തു വരാതെ പ്രാർത്ഥിച്ച ഒരു കൂടാരത്തിനകത്ത് നിന്നും കർത്താവ് ഒരു സുവിശേഷകനായി എന്നെ കൊണ്ടുവന്നേ. സ്തോത്രം. 5 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചതിൻ്റെ പിൻബലത്തിലൊന്നും അല്ല പ്രസംഗിക്കുന്നേ. കർത്താവ് നടത്തിയ കർത്താവിൻ്റെ കരുതലിൻ്റെ ഞാനെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നൊരു വാചകമുണ്ടായിരുന്നു, മോശയുടെ വലങ്കരത്തിന് മുകളിൽ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം ചെല്ലുമാറാക്കിയെന്ന്. നമ്മുടെ കരം ബലഹീനമാണ്, പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ കരം മഹത്വമുള്ള കരമാണ്. സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ 5.5 വർഷങ്ങൾ ഞാൻ ഇഴഞ്ഞ് വീട്ടിനകത്ത് നീങ്ങി. എൻ്റെ അപ്പം മന്ത്രവാദികളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് പറഞ്ഞു, സ്തോത്രം, ഇവൻ ഈ മന്ത്രവാദം ചെയ്തു കഴിഞ്ഞാൽ ഇവൻ എഴുന്നേക്ക് നടക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു മന്ത്രവാദത്തിനും ഒരാഭിചാരത്തിനും ഒരു നേർച്ചയ്ക്കും കാഴ്ചയ്ക്കും എന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. 1 വർഷം കൂടെ കഴിഞ്ഞാൽ വികലാംഗനെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് ഗവൺമെൻറ് തരും. സ്തോത്രം. എൻ്റെ അമ്മ ദൈവത്തിന് ഒത്തിരി കരയുന്നു, ഒത്തിരി പ്രാർത്ഥിക്കുന്നൊരു സ്ത്രീയായിരുന്നു, ഒത്തിരി ദൈവത്തോട് നിലവിളിക്കുന്ന. സ്തോത്രം. ഞായറാഴ്ച ചർച്ചിൽ പോയിട്ട് അടി കിട്ടി. സ്തോത്രം. ദേഹം മുഴുവനും തുണത്ത്. സ്തോത്രം. അടി കെട്ടിയിട്ടൊക്കെ പല്ലൊക്കെ ഇളകിയിട്ടുണ്ട് അമ്മയുടെ. എങ്കിലും പിറ്റേത് ആഴ്ചയിലും പോകും ദൈവത്തെ ആരാധിക്കാനായിട്ട്. എന്നാണെന്നറിയാം, എൻ്റെ അമ്മ പറഞ്ഞ ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മക്കളെ, അപ്പൻ്റെ നിന്ന് കിട്ടുന്ന അടിയേക്കാളും എനിക്ക് വലുതായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം. സ്തോത്രം. അതുകൊണ്ട് തലമുറകൾ 3 പേരും തെറ്റിപ്പോയില്ല. 3 പേരെയും ദൈവകൃപയ്ക്കകത്ത് തമ്പുരാൻ നിർത്തി. സ്തോത്രം. 5.5 വയസ്സായപ്പോൾ എൻ്റെ അമ്മ എനിക്ക് പ്രാർത്ഥിച്ചു, കർത്താവേ ഇവനെ എഴുന്നേൽപ്പിക്കണം, നടത്തണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവൃത്തിയുടെ 3-ാം അധ്യായം പല ആവർത്തി വായിച്ചിട്ടുള്ള അമ്മ സ്തോത്രം എപ്പോഴും പറയും, കർത്താവേ അവൻ മനുഷ്യനിൽ നിന്ന് എഴുന്നേൽപ്പിച്ചല്ലോ, നടത്തിയല്ലോ എന്നൊക്കെ. 4-ാം അധ്യായം വായിച്ചപ്പോഴാണ് വചനത്തിൻ്റെ ശരിക്കുള്ള വെളിപ്പാടകത്തോട്ട് കയറിയത്. 4-ാം അധ്യായം വായിച്ചപ്പോൾ അതിനകത്ത് പറയുന്നു, ആ മനുഷ്യൻ ഏകദേശം
40 വയസ്സിന് മേളിലുണ്ടായിരുന്നു. ആ വചനം അങ്ങോട്ട് കയറി കത്തി ഹൃദയത്തിനകത്തോട്ട്. എൻ്റെ അമ്മ പറഞ്ഞു 5 അല്ല 10 അല്ല 40 വയസ്സ് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ തമ്പുരാൻ എഴുന്നേൽപ്പിക്കും. വചനത്തിൻ്റെ വെളിപ്പാടകത്ത് കയറിയാൽ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ അല്ലേ? അതുകൊണ്ടാണ് ഈ വചനത്തിൻ്റെ വെളിപ്പാടകത്തില്ലാത്തത് കൊണ്ടാണ് മാർത്ത പലതിനെയും കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് കിടന്നത്. വചനത്തിൻ്റെ വെളിപ്പാടകത്തുണ്ടെങ്കിൽ മറി അവിടെ ഇരിക്കും. ഇനി വീട്ടിനകത്ത് തിന്നാൻ കൊടുക്കാൻ ഒന്നുമില്ല, യേശുവിനും ശിഷ്യന്മാർക്കും കഴിക്കാൻ കൊടുക്കാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞാലും മറിയയ്ക്കറിയാം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതാണ് അവിടെ ഇവിടെ നിന്നിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ തമ്പുരാൻ ചെയ്ത വിടുതലുകൾ, അത്ഭുതങ്ങൾ, കർത്താവ് നടത്തിയ വിധങ്ങൾ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ ആയിരിക്കാൻ കർത്താവ് അവസരങ്ങളെ നൽകി തന്നു. എല്ലാറ്റിനും ആ ദൈവത്തിന് സ്തോത്രം ചെയ്ത് മടങ്ങി വരാം. 1 മണിക്കൂർ സമയമുണ്ട് നമുക്ക്. അതിനകത്തു നിന്ന് എല്ലാം പറയുവാനൊന്നും പറ്റത്തില്ലെങ്കിലും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മൾ വായിച്ചത് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാമത് വാക്യമാണ്. സാധാരണ ഈ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേന് വിശ്വാസികൾക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നും അല്ല. കാരണം ഇത് ജഡത്തെ ത്രസിപ്പിക്കുന്നതല്ലോ. കാരണം ഇത് ആത്മാവിൻ്റെ വിശുദ്ധീകരണമാണ് ഈ ദൂതുകളെന്ന് പറയുന്നത്. ഈ ലേഖനത്തെക്കുറിച്ച് ഞാൻ ദൈവസഭയെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്. ലേഖനമെന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണ്. നമ്മൾ തിരുവനന്തപുരം ഭാഷയിൽ മുഖത്ത് വയ്ക്കുന്നതിനും കണ്ണിന് വയ്ക്കുന്നതിനും നമ്മൾ എന്നാ പറയുന്നത്? കണ്ണാടി എന്ന് പറയും. മുഖം നോക്കുന്നതിനും കണ്ണാടി എന്ന് പറയും. സ്തോത്രം. ഇച്ചിരി കൂടെ മാറിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ അത് കണ്ണാടി എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ സാധാരണ പറയുന്നൊരു വാക്ക് കണ്ണാടി എന്നാണ്. മുഖം നോക്കുന്നതിനും മുഖത്ത് വയ്ക്കുന്നതിനും നമ്മൾ പറയുന്ന കണ്ണാടി എന്നാണ്. എന്നാൽ മുഖത്ത് വയ്ക്കുന്നത് മറ്റുള്ളതിന് വലിപ്പത്തിൽ കാണേണ്ടതിനും വ്യക്തമായി കാണേണ്ടതിനൊക്കെയാണ്. കണ്ണാടി എന്ന് പറയുന്നത് നമ്മളെ കാണേണ്ടതിനാണ്. പക്ഷെ നമ്മുടെ ദൈവസഭകൾക്കകത്തെല്ലാം എല്ലാവരുടെ മുഖത്തും കണ്ണടയേ ഉള്ളൂ. മറ്റുള്ളവൻ്റെ കുറ്റത്തെ കാണാൻ, മറ്റുള്ളവൻ്റെ ബലഹീനതയെ കാണാൻ, മറ്റുള്ളവൻ്റെ വീഴ്ചയെ കാണാൻ, മറ്റുള്ളവൻ്റെ പരാജയത്തെ കാണാൻ, മറ്റുള്ളവൻ്റെ തകർച്ചയെ കാണാൻ, മറ്റുള്ളവൻ്റെ ചെറിയ കാര്യത്തിൽ വലിപ്പമായിട്ട് കാണാനൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ കണ്ണാടി എന്ന് പറയുന്നത് നമ്മുടെ കുറവിനെ കാണാനാണ്. ലേഖനമെന്ന് പറയുന്നത് നമ്മുടെ ആത്മമനുഷ്യൻ്റെ കുറവിനെ കാണേണ്ടതാണ്, നമ്മുടെ ബലഹീനതകളെ കണ്ടുപിടിക്കേണ്ടതിനാണ്. എൻ്റെ സഹോദരങ്ങളെ, സ്തോത്രം. ഈ കണ്ണടയെല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ട്, ഞാൻ പറഞ്ഞ എന്നിടത്ത് മാറ്റണമെന്നല്ല ഞാൻ പറഞ്ഞേ, ഈ സ്തോത്രം, കണ്ണാടിയുടെ മുമ്പിൽ, ദൈവവചനമെന്ന കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കാൻ തയ്യാറാകണം. പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളും വെളിപ്പാടുകളാണ്. അദ്ദേഹം കൈമാറിയ എല്ലാ ലേഖനങ്ങളും വെളിപ്പാടുകളാണ്. താൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൊരിന്ത്യർ സഭയ്ക്ക് വേണ്ടി എഫെസോസിൽ പ്രാർത്ഥിക്കുന്നു. ക്ലേവയുടെ ആൾക്കാർ നിമിത്തം അറിയപ്പെട്ട സഭയുടെ ചില വിഷയങ്ങൾ 7-ന്റെ 1-ഉം 16-ന്റെ 17-ഉം ഒക്കെ പഠിക്കുമ്പോൾ സഭയുടെ ചില പ്രത്യേക വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകൾക്ക് വേണ്ടി ഒരു എഴുത്തും കൂടെയാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലേഖനത്തിനകത്ത്. പക്ഷെ സഭയുടെ അകത്തു വന്ന ചില പ്രശ്നങ്ങൾ നിമിത്തം ആകുലചിത്തനായ പൗലോസ് മാനുഷികമായ തീരുമാനങ്ങൾ, നിഗമനങ്ങൾക്കകത്ത് നീങ്ങാതെ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്ത് ദൈവസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള വെളിപ്പാടിനെ പിടിക്കുകയാണ്. നല്ല രാമൻ പറഞ്ഞേ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 2-ാമത് വാക്യം പഠിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന, ഞാൻ വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്. ഒരാത്മീകൻ മാനുഷികമായ നിഗമനത്തിൽ നീങ്ങേണ്ടവനല്ല, അവൻ വെളിപ്പാടുകളെ അനുസരിച്ചു പോകണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്നെ ദൈവസഭകൾക്കകത്ത് വെളിപ്പാടില്ലാത്തത് കൊണ്ട് നഷ്ടപ്പെടുന്നതെന്തെന്നറിയാവോ? വചനം പറയുന്നു, വെളിപ്പാടില്ലാത്തടുത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. സഭകൾ, കൂട്ടായ്മകൾ, ശുശ്രൂഷകന്മാർ മര്യാദ വിട്ട് നടക്കുന്നതിൽ അതിൻ്റെ അർത്ഥം അവൻ പ്രാപിക്കേണ്ട വെളിപ്പാടിനെ പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് പകലിൽ പ്രാപിക്കേണ്ട വെളിപ്പാടിനെ നമ്മുടെ ആത്മമനുഷ്യനകത്ത് കത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുമ്പിൽ നിൽക്കുന്ന ശത്രുവല്ല നമുക്ക് വലുത്, നമ്മുടെ കൂടെയുള്ള തമ്പുരാനാണ് നമുക്ക് വലുത്. പ്രതിസന്ധികളല്ല നമുക്ക് വലുത്, പ്രതികൂലങ്ങളല്ല നമുക്ക് വലുത്. വെളിപ്പാടകത്തുള്ളവൻ പറയും, ഈ പ്രശ്നങ്ങളല്ല എനിക്ക് വലുത്, ഈ പ്രതിസന്ധികളല്ല എനിക്ക് വലുത്, മറിച്ച് ഞാൻ പ്രാപിച്ച വെളിപ്പാടാണ് എനിക്ക് വലുത്. സഭയുടെ ചില വിഷയങ്ങൾ, ഈ സഭയെന്ന് പറഞ്ഞാൽ സാധാരണ പ്രവചിക്കുന്ന എത്ര പേരുണ്ട്? ആരും കൈപൊക്കിയിട്ടില്ല. വെളിപ്പാട് കാണുന്ന എത്ര പേരുണ്ട്? ഞാൻ സഭയിൽ ചോദിച്ചു, നിങ്ങൾ എത്ര പേരെ വെളിപ്പാടെന്ന്? 2 ആൻറ്റിമാർ കൈപൊക്കിയിട്ട് പറഞ്ഞ്, പാസേ കണ്ട വെളിപ്പാട് ഇപ്പം പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഇപ്പം പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. ആന ഓട്ടിക്കുന്നതും കാക്ക മലന്ന് പറക്കുന്നതൊക്കെയാണ് നമ്മുടെ വെളിപ്പാട്. ഒരു ആൻറ്റീനോട് ചോദിക്കുക, പാസേ ഒരു ചിറകൊണ്ടൊരു കാക്ക പറക്കുന്നതിൻ്റെ അർത്ഥം എന്തുവാ പാസേ എന്ന്? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. സ്തോത്രം.
അപ്പം അങ്ങനെയൊക്കെ ചിലരെ വെളിപ്പാട്, ഓല ഞാഞ്ഞ് കിടക്കുന്നതും പിശാചി കയറി വരുന്നതും അതൊക്കെ വെളിപ്പാട്. അതൊന്നുമല്ല വെളിപ്പാട്. നല്ല വെളിപ്പാട് അകത്തുള്ളവന് ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല. അവൻ ആഭിചാരം കണ്ടാലും മന്ത്രവാദം ഇതൊന്നും കേട്ട് കൈയടിക്കാൻ മാത്രം നിൽക്കുന്നവനൊന്നുമല്ല. ഇതൊന്നും ഇല്ലെന്നല്ല, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ദോഷം വരുത്തതിന് അകത്ത് ആത്മനിയോഗമുണ്ടെങ്കിൽ, ആത്മശക്തി ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ തൊടത്തില്ല. നല്ലൊരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, സ്തോത്രം. ഈ കൊരിന്ത്യ സഭ എന്ന് പറഞ്ഞാൽ ചെറിയ സഭയൊന്നുമല്ല. പൗലോസ് തൻ്റെ 2ാം മിഷണറി യാത്രയിൽ കൊരിന്ത്യ സഭയെ സ്ഥാപിക്കുന്നു, അവിടുത്തെ ശുശ്രൂഷകനായിരിക്കുന്നു. ചില നാളുകൾ ദൈവസഭയെ ശുശ്രൂഷിച്ചിട്ട് അടുത്ത ആമേൻ, സ്തോത്രം, മറ്റൊരു ദൈവഭക്തനെ ദൈവസഭ കൈമാറിയിട്ട് അദ്ദേഹത്തിൻ്റെ നിയോഗപ്രകാരം അദ്ദേഹം എഫസോസിൽ ചെല്ലുന്നു. ഈ കൊരിന്തിനേക്കാളും വലിയ പ്രശ്നമാണ് എഫസോസ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ആമേൻ, സ്തോത്രം, എഫസോസിൽ ഞാൻ പെന്തക്കോസ്ത് നാൾ വരെ പാർക്കും. എഫസോസിൽ വെച്ച് ഞാൻ മൃഗയുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ പോരാടി. കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ എന്നെ ശുശ്രൂഷിക്കാൻ വിളിച്ചു. അന്നേരം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ വീട്ടിനകത്ത് ഗോവേണി ഇറങ്ങുന്നില്ലല്ലോ എന്ന്. എന്നാ ഗോവേണിയ? അവർക്ക് മനസ്സിലായില്ല. എന്നാ ഭാഷ ഗോവേണി എന്ന് പറഞ്ഞാൽ ആ സംഭവം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥന എന്ന ഗോവേണി ഈ വീട്ടിനകത്തില്ല. പ്രാർത്ഥന എന്ന ഗോവേണി ഈ വീട്ടിനകത്തുണ്ടെങ്കിൽ ദൂതൻ ഇറങ്ങും. ഒരു സ്തോത്രം പറഞ്ഞേ. പ്രാർത്ഥന എന്ന ഗോവേണി കാരാഗ്രഹത്തിനകത്തുണ്ടെങ്കിൽ അവിടെ ദൂതൻ ഇറങ്ങും. പ്രാർത്ഥന എന്ന ഗോവേണി പൗലോസ് സഞ്ചരിച്ച പടകിനകത്തുണ്ടെങ്കിൽ അവിടെ ദൂതൻ ഇറങ്ങും. പ്രാർത്ഥന എന്ന ഗോവേണി സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തുണ്ടെങ്കിൽ അവിടെ ദൂതൻ ഇറങ്ങും. പ്രാർത്ഥന എന്ന ഗോവേണി അഗ്നിക്കകത്തുണ്ടെങ്കിൽ അവിടെ ദൂതൻ ഇറങ്ങി വരും. പ്രാർത്ഥന എന്ന ഗോവേണി എഫസോസിലുണ്ടെങ്കിൽ ആമീൻ അവിടെ ദൂതൻ ഇറങ്ങി വരും. ആമീൻ. പ്രാർത്ഥന എന്ന ഗോവേണി പത്മോസിനകത്തുണ്ടെങ്കിൽ അവിടെ ദൂതൻ ഇറങ്ങി വരും. പ്രാർത്ഥന എന്ന ഗോവേണി തകരപ്പെട്ട ചില കുടുംബങ്ങൾ, പ്രാർത്ഥന എന്ന ഗോവേണി ഇല്ലാതിരിക്കുന്ന ചില കുടുംബങ്ങൾ, ആരാധന എന്ന ഗോവേണി ഇല്ലാതിരിക്കുന്ന ചില കുടുംബങ്ങൾ, ഭൂമിയും സ്വർഗവുമായി ബന്ധിപ്പിക്കുന്ന പ്രാർത്ഥന എന്ന ഗോവേണി ആരുടെ കൂടാരത്തിനകത്തില്ലയോ അവിടെ ദൂതനുമായിട്ടവന് ബന്ധമില്ല, അവിടെ ദൈവവുമായിട്ടവന് ബന്ധമില്ല. മനുഷ്യന് ഇന്ന് പകലിൽ ചില ഗോവേണികൾ ഉയരട്ടെ. നിന്റെ ഭവനത്തിനകത്ത് ഉയരേണ്ടത് ഭൗതിക നന്മയല്ല. നിന്റെ ഭവനത്തിനകത്ത് ഉയരേണ്ടത് ജഡീകമല്ല. നിന്റെ കൂടാരത്തിനകത്ത് ഉയരേണ്ടത് പ്രാർത്ഥന എന്ന ഗോവേണിയാണ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ പറഞ്ഞ പ്രാർത്ഥന എന്ന ഗോവേണിയില്ലേ ദൂതൻ ഇറങ്ങുകയില്ല. ദൈവവുമായിട്ട്, ദൈവവും ഭൂമിയും സ്വർഗവുമായിട്ട് ലൂസ് എന്ന പട്ടണത്തെ കണക്റ്റാക്കിയത് ഒരു ഗോവേണിയാണ്. എന്നാ ഗോവേണി? പ്രാർത്ഥന എന്ന ഗോവേണിയാണ്. ആരാധന എന്ന ഗോവേണിയാണ്. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ലൂസ് എന്ന പട്ടണത്തിനകത്ത് പ്രാർത്ഥന എന്ന ഗോവേണി സ്വർഗവുമായിട്ട് കണക്റ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ ആ സ്ഥലം ലൂസ് എന്നല്ല അറിയപ്പെട്ടത്, പിന്നെ ആ സ്ഥലം ബഥേൽ എന്നാണ് അറിയപ്പെട്ടത്. മാറ്റങ്ങൾ നമ്മുടെ കൂടാരത്തിനകത്ത് സംഭവിക്കണമെങ്കിൽ പ്രാർത്ഥന എന്ന ഗോവേണി ഉയരാൻ തയ്യാറാകണം, അതിനെ ഉയർത്താൻ തയ്യാറാകണം. ഒരാമേൻ പറഞ്ഞാട്ടെ. അങ്ങനെ പൗലോസ് ശുശ്രൂഷകൾ മറ്റൊരു മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ചില പ്രശ്നങ്ങൾ ദൈവസഭയ്ക്കകത്തുണ്ടായി. പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്, ആശയക്കുഴപ്പങ്ങൾ സ്വാഭാവികമാണ്. പത്താത്മാക്കൾ ആളുകൾ കൂടുന്നിടത്തെല്ലാം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. അതെല്ലാം സ്വാഭാവികമായിരിക്കുന്ന വിഷയമാണ്. പക്ഷേ ആശയക്കുഴപ്പങ്ങൾ ആത്മമനുഷ്യനെ ദോഷം വരുത്തുന്നതെങ്കിൽ അതിന് ഒത്താശ ചെയ്യുന്നവനാകരുത് ഒരാത്മീകൻ. പ്രശ്നങ്ങൾ വഷളാക്കുന്നവനാകരുത് ഒരാത്മീകൻ. പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാകണം. ഞാനെപ്പോഴും ദൈവസഭയിൽ പറയുന്നൊരു കാര്യം, എൻ്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിലെ ഒരു വിഷയം, ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ഒരു 15 മിനിറ്റ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവൻ്റെ കുറവ് കണ്ടുപിടിക്കാൻ, അവൻ്റെ കുറവിനെ പറയാൻ ഞാൻ യോഗ്യനല്ല. ഞാനിവിടെ ഇരിക്കുന്ന അച്ചാനെ കുറ്റം പറയണമെങ്കിൽ, ദൈവദാസനെ കുറ്റം പറയണമെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ടി ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം. എന്നിട്ടേ അദ്ദേഹത്തിൻ്റെ കുറവ് എനിക്ക് പറയാൻ പറ്റും. എടാ 10 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാത്തൊരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാത്ത നിനക്കങ്ങനെ ഒരു മനുഷ്യൻ്റെ കുറ്റം പറയാൻ പറ്റുന്നേ? സ്വാഭാവികമാണ് പ്രശ്നങ്ങൾ. ഞങ്ങളുടെ ദൈവസഭയ്ക്കകത്തും പ്രശ്നങ്ങളുണ്ട്. ചിലതിനൊക്കെ വരണ്ടാന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചർച്ചിന്. നീ കയറിപ്പോലെന്ന് പറഞ്ഞു ചർച്ചിനകത്ത്. കഴിഞ്ഞ മാസം ഒരുത്തൻ്റെ അടുത്ത് പറഞ്ഞ് നിന്നെ ചർച്ചിൻ്റെ പരിസരത്ത് കണ്ടുപോലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇടിച്ചു കുത്തിയൊന്നും നമുക്ക് ആത്മാക്കളൊന്നുമില്ല. സ്തോത്രം. ചില ഉപദേശത്തിനകത്ത് നിൽക്കുന്നതുകൊണ്ട്, ഉപദേശം പ്രസംഗിക്കുന്നതുകൊണ്ട് വലിയ ആൾക്കാരതില്ലെങ്കിലും ഒരു 10-50 പേരിനകത്ത് ഇപ്പോൾ ആരാധിക്കുകയുണ്ട്. ഞാൻ പറഞ്ഞേ, സ്തോത്രം, അപ്പൊല്ലോസിന് ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ ചിലരങ്ങോട്ട് തലപൊക്കാൻ തുടങ്ങി. ചില വിഷയങ്ങൾ ദൈവസഭയ്ക്കകത്തുണ്ടായി. ഈ പ്രശ്നങ്ങളൊക്കെ എഴുതി ഇറങ്ങിയിരിക്കുന്നു. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സഭ സാധാരണ സഭയാണോ? അല്ല, അസാധാരണമായിരിക്കുന്ന സഭയാണ്. 1 കൊരിന്ത്യർ ലേഖനം 1:4 മുതൽ ഒന്ന് പെട്ടെന്ന് വായിച്ചേ. സഭ എന്തെന്നപ്പോൾ മനസ്സിലാകും ഈ സഭ എന്തായിരുന്നെന്ന്. നിങ്ങൾക്ക്
ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും ശ്രദ്ധിച്ചോണം. ഈ ഭാഗം അവിടെ പറഞ്ഞത് ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറപ്പായിരിക്കുന്ന സഭ. അടുത്ത വായിച്ച്, അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്ന് ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഒന്നാമത്തെ 4-ാമത്തെ വാക്യം 4 മുതൽ വായിച്ചോ, മനസ്സിലായോ ദൈവസഭ എന്തായിരുന്നെന്ന്? ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറപ്പായിരിക്കുന്ന സഭ, കൃപാവരങ്ങളിൽ കുറവില്ലാത്ത സഭ. അടുത്ത് പറയുന്നു കർത്താവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന സഭ. ഇനി 3-ാം അധ്യായം 1 മുതൽ കൂടി ഒന്ന് വായിച്ചേ. എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീയരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. ഇപ്പോഴും കഴിവായിട്ടില്ല. എന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. കൃപാവരങ്ങളൊക്കെ ഉണ്ട്, വെളിപ്പാടുണ്ട്, പ്രവചനമുണ്ട്. കർത്താവ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉടലോടുകൂടി പോകും എന്നുള്ള വലിയ വെളിപ്പാടൊക്കെ പ്രാപിച്ചിരിക്കുന്നെങ്കിലും 3-ാം അധ്യായം എത്തിയപ്പോൾ പൗലോസ് തൻ്റെ ആത്മസ്വഭാവത്തെ ഒന്ന് മാറ്റി സഭയെക്കുറിച്ചുള്ള ആഴമേറിയ കാഴ്ചപ്പാട്, വെളിപ്പാട് തൻ്റെ അകത്ത് കയറിയപ്പോൾ പൗലോസിന് മനസ്സിലായി കൃപാവരങ്ങളും സ്തോത്രം പ്രത്യക്ഷതയൊക്കെ കാത്തിരിക്കുന്നെങ്കിലും ഇവന്മാർ ജഡീകന്മാരാണ്. നമ്മുടെ ഒരു മനുഷ്യനെ ജഡീകനാക്കാൻ ഗലാത്യലേഖനം 5-ാം അധ്യായം 17 മുതലുള്ള 14 കൂട്ടം പാപങ്ങളൊന്നും ചെയ്യണ്ട. ഒരു മനുഷ്യൻ ജഡീകനാകാൻ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നു, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും സാധാരണ മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. എന്നാ പറഞ്ഞേ? ഒരുത്തനെ ജഡീകനാക്കാൻ ഒത്തിരി വിഷയങ്ങളൊന്നും വേണ്ട. ഇനി 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിലെ പാപമൊന്നും സ്തോത്രം ഒരുവനിൽ കയറണ്ട, ദൈവസഭയ്ക്കകത്തും കയറണ്ട. ഒരുവനെ ജഡീകനാക്കാൻ 2 പ്രവണതകൾ വെളിപ്പെട്ടാൽ മതി. ഒന്ന് പറയുന്നു, ഈർഷ്യയും പിണക്കവും നിങ്ങളുടെ ഇടയിൽ ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. എന്നെ ജഡീകനാക്കുന്ന 2 സ്വഭാവമാണ്. ഇനി ഗലാത്യ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ ഇതിലും കൂടുതലായിരിക്കും. ഈ 2ഒന്നുമല്ല, മൊത്തവും കാണും ചിലപ്പോൾ. സ്തോത്രം. അവിടെ പ്രതി ഈർഷ്യയും പിണക്കവും. ഒരു സഹോദരി എന്നോടത്ത് വന്ന പാസേ, എനിക്ക് അവരോട് യാതൊരു പിണക്കവുമില്ല, വിഷമവുമില്ല, ഒന്നുമില്ല. സ്തോത്രം. അല്ല, ഞാൻ പറഞ്ഞു, വേറെ എന്നാ പ്രശ്നം? ഒരു പ്രശ്നമില്ല പാസേ, ഒരു പിണക്കമില്ല. പാസ് വിളിച്ച് ചോദിച്ചു നോക്ക്, ഒരു പ്രശ്നമോ ഒരു പിണക്കവും എനിക്കില്ല. സ്തോത്രം. പിന്നെ ഞാൻ കണ്ടാൽ മിണ്ടൂല, മിണ്ടുകയില്ല. സ്തോത്രം. കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുക. കർത്താവ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളങ്ങ് പറക്കൂ എന്നൊക്കെ പറഞ്ഞായിരിക്കുന്നേ. ഞാൻ ദൈവസഭയ്ക്കകത്ത് പറയാറുണ്ട്, നീ ഇരുന്ന കസേര പൊങ്ങിയാലും നീ പൊങ്ങത്തില്ല. എന്നാന്നറിയാമോ? ഞാൻ ദൈവസഭ നമ്മൾ ജഡീകരാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഒരു കൃപാവരവും നിനക്കില്ലാത്തത്. ഞാൻ ജഡീകനാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഒരു കൃപാവരവും കൈകാര്യം ചെയ്യാൻ കഴിയാതെ ആരെങ്കിലും പാടുന്ന പാട്ടിന് കൂടെ പാടി കയ്യുമടിച്ച് ആരെങ്കിലും പ്രസംഗവും കേട്ട് അതിൻ്റെ കുറവും കണ്ടെത്തി അതിൻ്റെ കുറ്റവും കണ്ടെത്തി അവരുടെ മെസ്സേജ് കൊള്ളായിരുന്നു, ഇത് കൊള്ളായിരുന്നു, അത് കൊള്ളത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു വിധി നിർണയമൊക്കെ നടത്തിയിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ ജഡീകനെന്നുള്ളതാണ്. ഒരു കൃപാവരവും ഇല്ല. പ്രാർത്ഥന വരമുണ്ട്, അതുമില്ല. സ്തോത്രം. ഞാനിങ്ങനെ വിധിക്കാൻ വന്നതല്ല കേട്ടോ, ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ, ഞാൻ ഈ കൊരിന്ത്യ സഭയുടെ കാര്യമാണ് പറയുന്നത്. സ്തോത്രം.
അടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജഡീകന്മാർ. ഒരു കൃപാവരത്തിലും കുറവില്ല. ആലോചിച്ച് നോക്കിയ ദൈവമക്കളെ, ഒരു കൃപാവരത്തിലും കുറവില്ലെന്ന്. ഇവിടെ ഒരു കൃപയും ഇല്ലാതിരുന്നിട്ട് നമ്മൾ പറയുക നമ്മൾ പക്ക ആത്മീയന്മാരെന്ന്. പക്ഷെ മുഴുവൻ കൃപാവരവും കൈകാര്യം ചെയ്യുന്നവൻ എന്നോട് പറയും ഇവൻ ജഡീകനാണെന്ന്. ദൈവസഭയ്ക്ക് അതൊരു ഗ്രൂപ്പിസം അല്ലേ? ചില പറഞ്ഞു ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ചില പറഞ്ഞു ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ചില പറഞ്ഞു ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ. ഗ്രൂപ്പിസം ദൈവസഭയ്ക്കകത്ത്. ദൈവത്തിൻ്റെ കൃപയാൽ ഈ 13 വർഷം കൊണ്ട് ഒരു കമ്മിറ്റിയും ഒരു ഗ്രൂപ്പും ഞങ്ങളുടെ ദൈവസഭയ്ക്കകത്തില്ല. കർത്താവിനോട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഒരു കമ്മിറ്റീനകത്ത് വെക്കരുത്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വന്നു, കർത്താവ് ഇനിയിപ്പോൾ ചർച്ച് പണി നടക്കാൻ പോലെ ഈ ബിൽഡിങ്ങിൻ്റെ പണിക്ക് വേണ്ടിയിട്ടേ നമുക്കൊരു കമ്മിറ്റി വേണ്ട. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞോ കമ്മിറ്റി വെക്കാൻ? സ്തോത്രം. എടാ, നിനക്ക് സ്ഥലം തന്ന കമ്മിറ്റിക്കാരൊന്നുമല്ല, സ്ഥലം തന്ന ഞാനാ. സ്തോത്രം. കാട്ടാക്കട നിർത്തിയത് നിന്നെ കമ്മിറ്റിക്കാരൊന്നുമല്ല, ഞാനാ നിർത്തിയത്. സ്ഥലം തന്നെങ്കിൽ എനിക്ക് അതിനകത്ത് സമയം വെക്കാൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെ കർത്താവ് എന്നൊക്കെ ചോദിച്ച് ഉള്ളതും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ച് പറക്കി ഇച്ചിരി ബാധ്യതകളൊക്കെ ആയി ഇങ്ങനെ സ്ഥലമൊക്കെ മേടിച്ച് നിൽക്കുമ്പോൾ കർത്താവ് എങ്ങനെ ബിൽഡിംഗ് വെക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഈ ബിൽഡിംഗ് വെക്കാൻ എത്ര രൂപ? ഞാൻ പറഞ്ഞു, ഏകദേശം ഒരു 26 ലക്ഷം രൂപ. എൻ്റെ ചെറിയൊരു കണക്ക് കൂട്ടലാവും. ബാക്കി പിന്നെ ഉള്ളതാ. സ്തോത്രം. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാനും ചെയ്യാം പാസ്റ്റേ. സ്തോത്രം. അതാ ദൈവത്തിൻ്റെ പ്രവൃത്തി. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ചയുടെ എല്ലാ ബുധനാഴ്ചയും ചർച്ചിൽ പ്രയറുണ്ട്. അന്നേരം ഞാൻ ദൈവസഭയിലേക്ക് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഈ സഭ ചർച്ചിൻ്റെ പണി നടക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പോലും മേടിച്ച് തരാൻ മനസ്സില്ലാതെ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഇത്ര ഫില്ലർ വേണം, ഇത്ര കാര്യങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ആമീസ് പറഞ്ഞ ചിലർക്കുണ്ടെങ്കിലും ഒന്നും ചെയ്യത്തില്ലല്ലോ, അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം എല്ലാവരും വീട്ടിൽ ചെന്ന് വായിച്ചിട്ട് വരണേ. സഭ പണിതത് ആമീസ് സ്തോത്രം പുരോഹിതന്മാരാണോ ജനമാണോ എന്ന് അതിനോട് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ചിലരങ്ങനെയാണെന്ന് എന്നെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ മടങ്ങി വരാം. അപ്പോൾ ഈ കൊരിന്ത്യ സഭ കൃപാവരങ്ങൾ മുഴുവനും കൈകാര്യം ചെയ്തിട്ടും അവരെ ജഡീക സ്വഭാവം മാറിയില്ല. അതിൻ്റെ പശ്ചാത്തല ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നു, കൊരിന്ത്യ സഭയ്ക്കകത്തുള്ള ആൾക്കാർ അവരുടെ പഴയ സ്വഭാവത്തെ വിട്ടുകളഞ്ഞില്ല പൂർണ്ണമായി. കർത്താവിൽ വന്നു കൃപാവരങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നെങ്കിലും അവരുടെ പഴയ ജഡീക സ്വഭാവങ്ങൾ പൂർണ്ണമായി അവരെന്ത് ചെയ്തില്ല, വിട്ടുകളഞ്ഞില്ല. അത് ഈ കൊരിന്ത്യ സഭയ്ക്ക് മാത്രമല്ലായിരുന്നു, ഇസ്രായേൽ ജനത്തിലുണ്ടായിരുന്നൊരു സ്വഭാവമാണ്. ഏതാ, മിസ്രൈമിൽ നിന്നൊക്കെ വിട്ടു വന്നു, ദൈവം കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു, പാലും തേനും ഒക്കെ കൊടുത്തു, അവർക്ക് കാടപക്ഷിക്ക് കൊടുത്തു, മന്ന കൊടുത്തു, അവർക്ക് വേണ്ടതെല്ലാം കർത്താവ് കൊടുത്തു. പാറയെ പിളർന്ന് വെള്ളം കൊടുക്കുന്നു, ചെങ്കടൽ വിഭാഗിച്ച് നടത്തുന്നു. ഇതെല്ലാം കർത്താവ് ചെയ്തിട്ടും ഇവിടെ പഴയ ആ ചിന്താഗതിക്കും മനോഭാവം ഒന്നും മാറ്റം വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പ്രതികൂലമുണ്ടാകുമ്പോൾ ഇവർ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ മിസ്രൈമിലായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു വാക്കാണ്, ഞങ്ങൾ മിസ്രൈമിലായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അവിടെ ഞങ്ങൾ എവിടെയായിരുന്നു? ഇറച്ചി കലങ്ങളുടെ അടുക്കലായിരുന്നു. തിന്നിട്ടില്ല. വേവിച്ച് മറ്റവർക്ക് കൊടുത്തു, ഇവൻ തിന്നിട്ടില്ല. സ്തോത്രം. ഈ പണ്ട് ലോത്തിനോടും ഭാര്യയോടും മക്കളോടും ദൂതം തന്നിട്ട് പറഞ്ഞു, വേണ്ടേ ഈ പട്ടണത്തെ നശിപ്പിക്കാൻ പോവുക, പാവം പെരുത്തിരിക്കുക, അതുകൊണ്ട് ഞാൻ പട്ടണത്തെ നശിപ്പിക്കാൻ പോവുക, അവൻ ഇവിടെ വിട്ട് ഓടിക്കണം. ഓടിപ്പോന്ന് അടുത്ത പട്ടണത്തിലേക്ക് ഓടാൻ പറഞ്ഞാൽ പട്ടണത്തിലോടാൻ പറ്റത്തില്ല, മലയിലേക്ക് എവിടെയെങ്കിലും നീ ഓടി കയറ്, നീ രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കണ്ടീഷൻ, നീ ഓടുന്ന കൂട്ടത്തിൽ തിരിഞ്ഞ് നോക്കരുത്, ഇല്ലെന്ന് പറഞ്ഞ് ഓടി. സ്തോത്രം. കെട്ടിയോനും 2 പിള്ളേരുമായിട്ട് മുമ്പേ അങ്ങ് ഓടുക, ആഞ്ഞങ്ങ് ഓടുക. ഓടി ഈ സ്തോത്രം അവർ പ്രതീക്ഷിത സ്ഥലത്തെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ആരെ കാണുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. സ്തോത്രം. ഞാനിങ്ങനെ സഭയെ ചോദിച്ചപ്പോൾ സഭയിലെ വിശ്വാസികളെല്ലാം മിണ്ടാതിരിക്കും. ഞാൻ പറഞ്ഞു, ദൈവമക്കളെ, ലോത്തും പിള്ളേരും ഒക്കെ അവിടെ എത്തി, ആരെ കണ്ടില്ല, വിശ്വാസികൾ മിണ്ടായിരിക്കും. അപ്പം ഫ്രണ്ടിരുന്നൊരു ക്വസ്റ്റൻ പറയുക, കുട്ടൂസിനെ കാണുന്നില്ലെന്ന്. കാരണം അവന് ബാലരമ വായിച്ചുള്ള അറിവ്, അവൻ ന്യായമായിട്ടുള്ള വർത്തമാനമാണ് പറഞ്ഞത്. സ്തോത്രം. ഡാഗിനെ കണ്ടില്ലെന്ന് പറഞ്ഞതായിരുന്നു എൻ്റെ ശരി. പക്ഷെ അവിടെ ഈ ആരെ കണ്ടില്ല, ഭാര്യയെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ശരീരം കൊണ്ട് സ്വതവും വിട്ടെങ്കിലും ഇവിടെ മനസ്സുകൊണ്ട് സ്വതവും വിട്ടില്ല. ശരീരം കൊണ്ട് നമ്മൾ പലതും വിട്ടു, പക്ഷെ മനസ്സുകൊണ്ട് ഇന്നും വിടാത്ത പലതും ഉണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. അവൻ ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യം, കർത്താവേ, ഞാൻ മനസ്സുകൊണ്ട് പലതും വിടാത്തതാണ് എൻ്റെ ഹൃദയദൃഷ്ടി കുരുട് പിടിക്കാൻ കാരണം.
എൻ്റെ ഹൃദയദൃഷ്ടിയെ കുരുട് പിടിപ്പിച്ചത് ഞാൻ ശരീരം കൊണ്ട് പലതും വിട്ടെങ്കിലും മനസ്സുകൊണ്ട് പലതും വിട്ടിട്ടില്ല, മനസ്സുകൊണ്ട് പലതും ഉപേക്ഷിച്ചിട്ടില്ല. മനസ്സിനകത്തുനിന്ന് ഉപേക്ഷിച്ചാൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. ഹൃദയദൃഷ്ടിയെ കുരുട് പിടിപ്പിക്കുന്ന നമ്മൾ വിടേണ്ട പലതും വിട്ടിട്ടില്ല എങ്കിൽ നമുക്ക് ആ വെളിപ്പാടിനെ സ്വീകരിക്കാൻ കഴിയത്തില്ല, ആ ദർശനത്തെ പ്രാപിക്കാൻ കഴിയത്തില്ല. അവർ ആമേൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ശരീരം കൊണ്ട് ചിലത് വിട്ടു, നമ്മൾ മനസ്സുകൊണ്ട് വിട്ടില്ല. ഞങ്ങളുടെ ചർച്ചിലെ ഒരു ആൻറ്റി ഒരു 5-6 വർഷം മുമ്പ് ഭയങ്കര എന്ന് മിക്കവാറും പ്രശ്നമാണ്, വഴക്കുമാണ്, വീട്ടിനകത്ത് വഴക്കാണ്. അപ്പോൾ എന്നെ മിക്കവാറും വിളിക്കും, പാസും കൊണ്ട് വരണം, വൈകിട്ട് വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. എനിക്ക് ഇയാളോടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തുവാ കാര്യം, എന്തുവാ ആൻറ്റി ഭയങ്കര പ്രശ്നം. ഒരു ദിവസം എന്നോട് പറയുക, പാസ്ക്ക് അറിയോ ആമേ സ്തോത്രം, എന്നെ ഒരു സ്വർണ്ണപ്പണിക്കാരൻ വന്ന് ആലോചിച്ചിട്ട് എൻ്റെ അപ്പ എന്നെ അയച്ചില്ല, ഒരു പട്ടാളത്തുകാരൻ വന്ന് ആലോചിച്ചിട്ട് എൻ്റെ അപ്പ എന്നെ അയച്ചില്ല, ഇങ്ങേരോടെ ജീവിക്കാനായിരുന്നു എൻ്റെ തലവിധി. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി ഈ മോനെത്ര വയസ്സായി? 22 വയസ്സായി. അപ്പം ഞാൻ പറഞ്ഞു, ഈ സ്വർണ്ണപ്പണിക്കാരനും പട്ടാളത്തുകാരനും ഇന്നും ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? നിൻ്റെ അടിക്ക് കാരണം അതാ, നിൻ്റെ പ്രശ്നത്തിന് കാരണം അതാ. ഈ സ്വർണ്ണപ്പണിക്കാരനും പട്ടാളത്തുകാരനും ഇന്നും ചുമ്മിക്കൊണ്ട് നടക്കുക 22 വർഷമായിട്ട്. പിന്നെ അങ്ങനെ അടിയുണ്ടാതിരിക്കുന്നത് ചിലത് ഹൃദയം കൊണ്ടങ്ങ് വിടണം. ഒരു സ്വോത്രം പറഞ്ഞേ. ചിലത് ഹൃദയം കൊണ്ടങ്ങ് വിടണം, വിട്ടേ പറ്റൂ. ഒരു നല്ലൊരാമയം പറഞ്ഞാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചിലത് ദൈവമക്കൾ വിടാൻ പോകുകയാണ്, ചിലത് യൗവനക്കാർ വിടാൻ പോകുകയാണ്. യേശു കർത്താവിനെ അങ്ങനെ കാണിക്കുന്നു കേട്ടോ. ആമേൻ സ്തോത്രം. ചില യൗവനക്കാർ ചിലത് വിടാൻ പോകുകയാണ്, മുറുകെ പറ്റുന്ന ചിലതിനെയൊക്കെ കളയാൻ പോകുകയാണ്. കൈ പറ്റിയ ചില അണലിയെ കുടഞ്ഞ് കളഞ്ഞതുപോലെ ദൈവജനം ചിലതിനെ കുടഞ്ഞ് കളയാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ തലമുറയിൽ. ആത്മനിയോഗം ഈ തലമുറയിൽ വെളിപ്പെട്ട് വരട്ടെ. ഒരു അഭിഷേകത്തിൻ്റെ അധികാരം ഇതിനകത്ത് ചലിക്കട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആ കൃപാവരങ്ങൾ വെളിപ്പെടട്ടെ. ചില തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിനോട് പറയുന്നു, ചിലതൊക്കെ ഉപേക്ഷിക്കണമെന്ന്, ചിലതൊക്കെ വിടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെങ്കിലും അവനെ പിന്തുടരുന്ന, എന്ന് പറഞ്ഞാൽ വാഗ്ദത്തമുള്ള യാക്കോബിനെ പിന്തുടർന്ന ലാബാനെ പോലെ ദൈവജനത്തെ പിന്തുടർന്ന് കൊള്ളയിടുന്ന, അവൻ്റെ കൂടാരങ്ങളിൽ കയറി ശോധന ചെയ്യുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ പൊട്ടട്ടെ, ഇന്ന് പകൽ പൊട്ടട്ടെ. ആത്മാവിനോട് പറഞ്ഞു, യൗവനക്കാരുടെ മേൽ ദൈവം ഒരു അഭിഷേകത്തിന്റെ പുതപ്പിനെ ഇടുകയാണ്, ഒരു നിയോഗത്തിന്റെ പുതപ്പിനെ ഇടുകയാണ്. ശരിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ശരിക്ക് ആരാധിക്കുവാൻ കഴിയാതെ, ശരിക്ക് ദൈവ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയാതെ തലമുറകളെ വശീകരിച്ച് ഒതുക്കുന്ന ഇരുളിന്റെ ആധിപത്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് പൊട്ടിമാറട്ടെ. കുഞ്ഞെ, നീ ഒന്ന് ശരിക്ക് കൈയടിച്ച് ആരാധിച്ചിട്ട് എത്ര നാളായി? നീ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? നീ ഒന്ന് ആത്മാവിൽ കയറി അന്യഭാഷ പറഞ്ഞിട്ട് എത്ര നാളായി? നീ പറയുന്ന അന്യഭാഷയിൽ പലത് എക്സ്പീരിയൻസിൻ്റെതല്ലേ? നിന്റെ ആരാധന എക്സ്പീരിയൻസിൻ്റെതല്ലേ? നോ, ദൈവത്തിന് വേണ്ടിയത് എക്സ്പീരിയൻസിൽ നിന്നല്ല, ദൈവത്തിന് വേണ്ടത് നിയോഗത്തിനകത്തു നിന്നുള്ളതാണ്. ആത്മാവിനോട് പറയുന്നു, മുമ്പിൽ നിൽക്കുന്ന ശത്രുവല്ല വലുത്, കയ്യിലിരിക്കുന്ന ആയുധത്തിന്റെ സ്തോത്രം ബലഹീനതയല്ല വലുത്, മറിച്ച് നിന്റെ മേൽ അഭിഷേകമുണ്ടോ? യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ദൈവസഭയിൽ കയറിയ ജഡികം, ആമേൻ, വ്യക്തികളിൽ കയറിയ ജഡിക സ്വഭാവം, തലമുറകളെ കീഴ്പ്പെടുത്തുന്ന ജഡിക സ്വഭാവം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലത് പൊട്ടി മാറട്ടെ. ആ നിയോഗങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഇരുട്ടിന്റെ എല്ലാ വാഴ്ചകളും യേശുവിൻ നാമത്തിൽ പൊട്ടട്ടെ. ആത്മാവിനോട് പറയുന്നു, ദൈവം ഒരു പുതിയ അഭിഷേകത്തെ കൈമാറുകയാണ്, ദൈവം ഒരു പുതിയ നിയോഗത്തെ കൈമാറുകയാണ്, നിയോഗത്തെ കൈമാറുകയാണ്. നിയോഗത്തെ കുഞ്ഞേ, നിന്റെ ആരാധന നിയോഗത്തിൻ്റെതായിരിക്കണം, നിന്റെ പ്രാർത്ഥന നിയോഗത്തിൻ്റെതായിരിക്കണം.
ചലിക്കട്ടെ 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 ചലിക്കട്ടെ. ദൈവസഭ ചലിക്കട്ടെ, ആത്മാവിൽ ചലിക്കട്ടെ, ആത്മാവിൽ ചലിക്കട്ടെ, ആത്മാവിൽ ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ശരിക്ക് കൈയടിച്ച് കരമടിച്ച് ആരാധിക്കാൻ പോലും നിന്നെ അനുവദിക്കാതെ നിന്റെ മൈൻഡിനോട് പോരാടുന്ന, നിന്റെ മൈൻഡിനോട് കർത്താവിനോട് അങ്ങനെ പറയും, നിന്റെ ചിന്തകളോട് പോരാടുന്ന യേശുവിൻ്റെ നാമത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ അറിയാത്തൊരു പാപത്തിൻ്റെ പ്രമാണം എൻ്റെ അവയവങ്ങളിൽ കിടക്കുന്നു. ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, എങ്കിലും ഞാൻ ചെയ്യുന്നത് തിന്മയാകുന്നു. ഞാൻ അറിയാത്തൊരു പാപത്തിൻ്റെ പ്രമാണം, നിന്റെ അവയവങ്ങളിൽ കിടക്കുന്ന പാപത്തിൻ്റെ പ്രമാണത്തെ ആത്മാവിൽ പോരാടി കീഴ്പ്പെടുത്താൻ ദൈവജനത്തിൻ്റെ മേൽ ഒരു അഭിഷേകം ചലിക്കട്ടെ, ഒരു നിയോഗം ചലിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശ്രദ്ധിച്ചേ. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അറിയാത്തൊരു പാപത്തിൻ്റെ പ്രമാണം എവിടെ കിടക്കുന്നതെന്നാണ് പറഞ്ഞേ, എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ. ഭയങ്കര ചിന്തയാണ് കേട്ടോ അത്. എനിക്ക് ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടത് മനസ്സിലായില്ല. പിന്നെ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നിനക്ക് കണ്ണ് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ടാണ് തന്നെ. ഞാൻ ആദാമിനും ഹവ്വയ്ക്കും കണ്ണ് കൊടുത്തത് കാണാൻ വേണ്ടിയിട്ടാണ്, കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തത്. പക്ഷേ ഈ അവയവത്തിനകത്തോട്ട് പിശാചിൽ പ്രമാണം വെച്ചു. ഏതാ? മോഹം. ഞാൻ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് കൊടുത്തത്, കാണാൻ വേണ്ടിയാണ് കൊടുത്തത്. പക്ഷേ ഈ കണ്ണെന്ന അവയവത്തിനകത്തോട്ട് പിശാച് വെച്ചൊരു പ്രമാണമാണ് ഇത്, മോഹം. അവളത് കണ്ടു, മോഹിച്ചു. ഈ പ്രമാണത്തെയാണ് പൊട്ടിക്കേണ്ടത്. ഇതിനെ നമ്മളിപ്പോൾ വന്ന് പറഞ്ഞ് യോർദാൻ നിൽക്കുന്നെന്നും ചെങ്കടലാണെന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ സ്തോത്രം, ദൈവവചനമാണ്, അതിനെ സ്വീകരിക്കേണ്ട സമയത്ത് സ്വീകരിക്കുക. ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പ്രസംഗത്തിന് കയ്യടി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പ്രസംഗം കൊഴുപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുത്. അടുത്തൊരു വേദിയല്ല എൻ്റെ വിഷയം, അടുത്തൊരു പ്ലാറ്റ്ഫോമോ അടുത്ത ഇവിടുത്തെ ദൈവദാസന്മാരുടെ പരിചയത്തിൽ കിട്ടുന്ന മീറ്റിങ്ങും അല്ല എൻ്റെ വിഷയം. വിളിച്ച ദൈവമാണെങ്കിൽ മീറ്റിംഗ് തന്നില്ലെങ്കിലും കർത്താവ് നടത്തിക്കോളും, അത് വേറെ വിഷയമാണ്. പണ്ടെൻ്റെ ഒരു കൊറോണ പറഞ്ഞതിൻ്റെ ചിന്തയൊന്നും ഇല്ല, ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കും, കർത്താവ് ഈ മീറ്റിംഗ് തരണം, മീറ്റിംഗ് തരണം, മീറ്റിംഗ് തരണം, പ്രസംഗിക്കണം, കാര്യങ്ങൾ ഓടണ്ടേ കർത്താവ് എന്നൊക്കെ പറഞ്ഞു. കൊറോണ ഒന്ന് വീട്ടിലിരുത്തിയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇപ്പം നീ ഏത് മീറ്റിങ്ങിന് പ്രസംഗിച്ചാൽ നീ ഇപ്പം തിന്നുകൊണ്ടിരിക്കുന്നത്? അന്ന് മീറ്റിംഗ് പ്രസംഗിച്ചതിനേക്കാൾ കൂടുതൽ സ്തോത്രം മീറ്റിംഗ് ഇല്ലാതെ കൊറോണ ആയിരുന്നപ്പോൾ വീട്ടിലിരുന്നപ്പോൾ കിട്ടി. ആ കർത്താവിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വേദികൾക്ക് വേണ്ടിയുള്ള പ്രസംഗം, സൂക്ഷ കൊഴിപ്പിക്കാൻ വേണ്ടി, കയ്യടി കിട്ടാൻ വേണ്ടി, അതൊന്നുമില്ല പ്രസംഗം. ചിലർ ഏതെങ്കിലുമൊക്കെ പറഞ്ഞ് ഒത്ത് എറിച്ചില്ല എന്നൊക്കെ വരുമ്പോൾ അടുത്ത് ചെങ്കടലും യോർദാനൊക്കെ പറയുമ്പോൾ, അത് പറയുമ്പോൾ നമ്മുടെ വിശ്വാസിക്ക് ഒരു ഉണർവാണ്. ചിലർക്ക് ചിലർക്ക് ഇസബേലിനെ കേൾക്കണം. ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇസബേലിൻ്റെ പോരാട്ടം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് ഉണ്ടായിരുന്ന പോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. പോരാട്ടം ഇല്ലെന്നല്ല, ഇസബേലിൻ്റെ പോരാട്ടമൊക്കെ സഭയ്ക്കകത്തുണ്ട്, അതിൻ്റെ വ്യാപാരം. പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന പോരാട്ടമല്ല, വേദപുസ്തകം പറയുന്ന പോരാട്ടമല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളെ ഇസബേലാരാ? നമ്മളെ വീട്ടിൽ അയൽവക്കക്കാരിയാണ്. നമ്മൾ മറ്റേ ഏറ്റവും പിണക്കമുള്ള സ്ത്രീയാണ് നമ്മളെ ഇസബേൽ. ഇനി നമ്മളെ ഹാമാനാരാ? നമ്മളെ ഹാമാന് നമ്മൾ മറ്റേ ഇങ്ങനെ ജഡത്തിൽ പോരാട്ടമുള്ളവരാണ് നമ്മളെ ഹാമാൻ. അത് കേട്ട് കഴിയുമ്പോഴേ നമുക്കൊന്ന് കൈയടിച്ചൊന്ന് മൂക്കാനൊക്കെ തോന്നുന്നത്. അതല്ല, ദൈവം അതിനകത്ത് കയറണം. നമ്മൾ വിശുദ്ധിക്ക് അകത്തോട് കയറിയാൽ, ഞാൻ ദൈവസഭയിൽ പറഞ്ഞെങ്കിൽ അബ്രഹാമിന് യാഗം കഴിച്ച നല്ല പരിചയമുള്ള മനുഷ്യനാണ്, ഭയങ്കര പരിചയമുള്ള മനുഷ്യനാണ്. 75-ാമത്തെ വയസ്സിൽ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ചു. വർഷാവർഷം കൂടാരം മാറ്റി കഴിക്കും. കുറഞ്ഞ പക്ഷം സ്തോത്രം അബ്രഹാം കുറുംപ്രാവിന് യാഗം കഴിക്കുന്നതിന് മുമ്പ് ഒരു 10-15 യാഗമെങ്കിലുമൊക്കെ കഴിച്ചിരിക്കണം. എൻ്റെ ഒരു ചെറിയ ചിന്തയാണ് ഞാൻ പറയുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. പക്ഷേ കാളക്കൂറ്റനെയും സ്തോത്രം മറ്റു വലിയ മൃഗങ്ങളെയൊക്കെ പുലർന്ന് യാഗപീഠത്തിൽ വെച്ച് അതിനെ വിശുദ്ധീകരിച്ച് യാഗപീഠത്തിൽ വെച്ചു. പക്ഷേ കുറുംപ്രാവിന് കിട്ടിയപ്പോൾ പുള്ളി പറഞ്ഞു, ഇതിപ്പോൾ ചെറുതല്ലേ, പിളർന്നില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ല, നല്ല വിഷയമൊന്നുമില്ല. സ്തോത്രം, അതിനെ വിശുദ്ധീകരിച്ചില്ല. അബ്രഹാം എപ്പോഴും യാഗം കഴിക്കുമ്പോൾ യാഗപീഠത്തിൽ നിന്ന് ഉയരുന്ന പുക ദൈവ സൗരഭ്യവാസനയായി സ്വീകരിക്കും. ദൈവ സൗരഭ്യവാസനയായി പുക സ്വീകരിച്ചതിന് ശേഷം അബ്രഹാമിനോട് ദൂത് കൈമാറും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിൻ്റെ സന്തതി അനുഗ്രഹിക്കും, നീ കാഴ്ച വിട്ടുന്ന യേശു നിൻ്റെ സന്തതിക്ക് തരും, നിൻ്റെ സന്തതിയെ രാജാക്കന്മാർ എഴുന്നേൽപ്പിക്കും. ഇതെല്ലാം ഒറ്റ ദിവസം പറഞ്ഞ ദൂതല്ല, ഇതൊക്കെ വർഷാവർഷങ്ങളും കൂടെ പറയുന്ന ദൂതാണ്. പക്ഷേ കുറുംപ്രാവിനെ പിളർക്കാതെ യാഗപീഠത്തിൽ വെച്ച് കത്തിച്ചു. ഈ അശുദ്ധിയും വിശുദ്ധിയും കൂടെ അങ്ങ് ഇടകലർന്നു. അതല്ലല്ല വിശുദ്ധി. അവനെ വിശുദ്ധീകരിച്ചാൽ അതിൻ്റെ പാണ്ഡവും പൂടയും ഒക്കെ നീക്കിക്കളഞ്ഞാൽ അത് വിശുദ്ധിയാണ്. അത് നീക്കിയില്ലെങ്കിൽ അശുദ്ധി. അപ്പം വിശുദ്ധിയും അശുദ്ധിയും കൂടി ഇടകലർന്നിരിക്കുക.
ഇടകലർന്നൊരു പുക മുകളിലോട്ട് പൊങ്ങി. ദൈവം പറഞ്ഞിട്ട്, കുഞ്ഞെ ഈ രണ്ടും കൂടി ഇടകലർന്നൊരു സാധനം എനിക്ക് വേണ്ട. ഞാൻ ഒരു സീസൺ ആകുമ്പോൾ വിശുദ്ധനും അടുത്ത സീസൺ ആകുമ്പോൾ അശുദ്ധനുമല്ല. ഞാൻ വിശുദ്ധനാണ്. വചനം പറയുന്നു, തൃക്കണ്ണിൽ സ്വർഗം പോലും വിശുദ്ധമല്ല. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ കുറുമ്പാവിനെ പിളർക്കാതെ യാഗം വെച്ച് അശുദ്ധിയും വിശുദ്ധിയും കൂടി ഇടകലർന്നു. ആമേൻ സ്തോത്രം. ചിലർക്ക് ആരാധന ഹോള് കഴിഞ്ഞ് 10 മിനിറ്റ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം ഫോൺ കൈ കിട്ടിക്കഴിഞ്ഞാൽ അറിയാം അവരെ വിശുദ്ധി തന്നെയാണെന്നുള്ളത്. വീട്ടിൽ പോയാൽ അറിയാം അവരെ വിശുദ്ധി തന്നെയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞത് എൻ്റെ പരസ്യ ജീവിതത്തിനകത്ത് ആമേ വേഷം കെട്ടലല്ല വിശുദ്ധി എന്ന് പറയുന്നത്. ആമേ സ്തോത്രം. നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആമേ നിൻ്റെ മനോഭാവം, നിൻ്റെ ചിന്ത, നിൻ്റെ പ്രവൃത്തി ഏതാണോ അതാണ് വിശുദ്ധിക്ക് ആമേ സ്തോത്രം മുഖാന്തരമാകുന്നത്. ഞാനത് പറയുന്നത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. സ്തോത്രം. നല്ല എനിക്ക് ചിലരുടെ മുഖം കാണുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വന്ന് കയറിപ്പോയല്ലോ സ്തോത്രം. ഇങ്ങേരല്ലാതെ വേറെ ആരെയും പാസ് കിട്ടിയില്ലേ വിളിക്കാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടം കൊണ്ട് ചിലപ്പോൾ ഒരു യോഗം കൊണ്ട് ഇവിടം കൊണ്ട് പിരിഞ്ഞ് ഇനി ഇവർ പക്ഷേ കണ്ടില്ലെന്ന് വരും. പക്ഷെ നമ്മളൊരു സ്ഥലത്ത് കാണും. പ്രസംഗിച്ച ഞാനും നിങ്ങളുമെല്ലാം ഒരു സ്ഥലത്ത് നിൽക്കേണ്ടവരാണ്. നല്ലൊരാമയം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മടങ്ങി വരാൻ പ്രിയരെ. അപ്പോൾ കൊരിന്ത്യ സഭ എന്ന് പറഞ്ഞാൽ ഇത്രയും കൃപാവരങ്ങളുള്ള സഭയായിരുന്നു. പക്ഷേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഭയങ്കരമായിരുന്നു. അങ്ങനെ ചിലതിനോടുള്ള മറുപടി പൗലോസ് എഴുതുന്നു. ആമേൻ സ്തോത്രം. ഞാൻ ചിന്തിക്കുന്ന കൊരിന്ത്യ ലേഖനം എഴുതുന്ന സമയത്താണ് 16-ാം അധ്യായത്തിലാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്, ഞാൻ ആമേൻ സ്തോത്രം എഫെസോസിൽ പെന്തോക്കോസ് നാൾ വരെ പാർക്കും. സ്തോത്രം. അത് കഴിഞ്ഞ് മറ്റൊരു ഭാഗത്ത് പൗലോസ് ലീഗ പറയുന്നുണ്ട്, ആമേൻ സ്തോത്രം എഫെസോസിൽ വെച്ച് കഴിഞ്ഞാൽ മൃഗയുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമക്കൾക്ക് മനസ്സിലായോ? ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യനോടല്ലാത്ത ഒരു യുദ്ധം. ഒരു മനുഷ്യനോടും അന്ന പോലെയല്ല മൃഗത്തോട് ചെയ്യുന്ന യുദ്ധം എന്ന് പറയുന്നത് ഭയങ്കര കട്ടിയാണത്. ജയിക്കുവാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു യുദ്ധമായിരുന്നു പൗലോസിന്. അങ്ങനെയെങ്കിൽ എഫെസോസിൽ വെച്ച് സഭകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം മൃഗയുദ്ധം ചെയ്തത്. അങ്ങനെ പോരാടി പ്രാർത്ഥിച്ചൊരു മനുഷ്യൻ. അപ്പം 3-ാം അധ്യായം 16-ാമത് വാക്യം ദൈവസഭയ്ക്ക് ലേഖനം എഴുതി പഠിപ്പിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ ഈ അറിവില്ലായ്മയാണ് നിന്നെ കൊണ്ട് ഈ പാപമൊക്കെ ചെയ്യിച്ചത്. കുഞ്ഞു, നീ പ്രവചിച്ചത് ഏതിലാ? ആത്മാവില. നീ വെളിപ്പാട് പറഞ്ഞതില്ല, ആത്മാവില. കർത്താവിൻ്റെ സാക്ഷി ഉറപ്പായതില്ല, ആത്മാവില. ഇതൊക്കെ 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയി. പ്രവചനവും വെളിപ്പാടും ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞപ്പോൾ ഇവരെ ധാരണ എന്ന് പറയുന്നത് ഇത് ആത്മാവ് വന്നില്ലെങ്കിലും ഞാനിത് ചെയ്യുമെന്നാണ്. അപ്പോൾ ആത്മാവിന് അവിടെ വലിയ വിഷയമൊന്നുമില്ല, പ്രാധാന്യമൊന്നുമില്ല. കാരണം ഇവൻ പ്രവചിക്കാനും വെളിപ്പാട് പറയാനും ഒക്കെ തുടങ്ങിയിട്ട് നാളുകളായില്ല, ഒരു എക്സ്പീരിയൻസ് ആയി. ഇനിയിപ്പോൾ ആത്മാവ് വേണമെന്നില്ല പ്രവചിക്കാൻ, കാരണം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കുഞ്ഞേ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? നിന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്നൊരറിവ് നിനക്കുണ്ടെങ്കിൽ 5-ാം അധ്യായത്തിൽ പാപം ചെയ്ത ഒരുത്തിന് നീ കുട പിടിച്ചു കൊടുക്കത്തില്ലെന്ന്. ആത്മാവുള്ളവൻ പാപത്തിന് കുട പിടിക്കുന്നവനല്ലെന്ന്. ആത്മാവിനുള്ളവൻ പാപത്തിന് ഒത്താശ ചെയ്യുന്നവനല്ലെന്ന്. 5-ാമത്തെ ആയത്തിൽ ഒരു അച്ചാച്ചങ്ങളെ പാപം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാ പാപം? അവൻ 5-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഒരുത്തൻ തന്നെ അപ്പൻ്റെ ഭാര്യയെ വച്ചുകൊണ്ടുള്ളത് പോൽ അത് ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. ഇങ്ങനെ ഉള്ളവനെ നീക്കിക്കളയുവാൻ തക്കവണ്ണം നിങ്ങൾ ഇന്നുവരെ എന്ത് ചെയ്തിട്ടില്ല? ദുഃഖിച്ചിട്ടില്ല. അച്ചാച്ച സഭയിലെ വലിയ ആളാ. അച്ചാച്ചനാ ബിൽഡിംഗ് പണിത് കൊടുത്തേ, അച്ചാച്ചനെ കൂടുതൽ ദശാംശം കൊടുക്കുന്നേ. ആ കൺവെൻഷൻ വന്നു കഴിഞ്ഞാൽ അച്ചാച്ചൻ്റെ പൈസ നല്ല മനസ്സോടെ ദൈവരാജ്യത്തിന് വിതയ്ക്കുന്ന എല്ലാ അച്ചാച്ചന്മാർക്കായും ദൈവദാസന്മാർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യും. അച്ചാച്ചൻ വലിയ പുള്ളി ആയതുകൊണ്ട് അച്ചാച്ചൻ്റെ പാപത്തിന് കടമടച്ചു കൊടുക്കുക സഭ. അതുകൊണ്ട് പൗലോസ് ചോദിക്കേണ്ട, നീ ആ പാപം ചെയ്തിട്ട് അവനെ സഭയിൽ വെച്ചേക്കുന്നതിനകത്തിനാ. ഞാൻ ദൈവസഭയിൽ അയലോക്കക്കാരത്ത് പ്രശ്നമുണ്ടാക്കി, വഴക്കുണ്ടാക്കി, അടിയുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കിയിട്ട് ഞായറാഴ്ച വേദപുസ്തകം എടുത്തുകൊണ്ടിരുന്ന നാണമില്ലേ നിനക്ക്? ദേശത്ത് സാക്ഷ്യമില്ല, നീ ആരെ ആരാധിക്കാൻ പോകുന്നേ? പൗലോസ് പറയുന്നു, നശിച്ചു പോകുന്നവരുടെയിലും രക്ഷിക്കപ്പെടുന്നവരുടെയിലും ഞാൻ ദൈവത്തിന് ക്രിസ്തുവിൽ സൗരഭ്യ വാസനയായിരിക്കണം. നാം ദേശത്തിനകത്ത് വാസനയുണ്ടായിരിക്കണം. സുവിശേഷം ഒരു വാസനയുള്ളതാണ്.
സുഗന്ധതൈലത്തേക്കാൾ വാസനയുള്ളതാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾ ദേശത്തിനകത്ത് വാസനയുള്ളവരായിരിക്കണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആരും പറയത്തില്ല സഹോദരൻ, ഞാനിവിടെ ആദ്യത്തെ വേദിയാണ്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് BMG ചർച്ചിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത്. പിന്നെ ഈ ചർച്ചിനെ കുറിച്ച് ഇത്തിരി കൂടെ എനിക്ക് അറിവ് കിട്ടിയത് എൻ്റെ വൈഫിൽ നിന്നാണ്. സ്തോത്രം. എൻ്റെ വൈഫിൻ്റെ അമ്മ ഇവിടെ ആരാധിക്കാനൊക്കെ വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. പേരൊന്നും പറയുന്നില്ല, ഞാൻ ആ പരിചയമൊന്നും പുതുക്കാൻ വേണ്ടി വരുന്നില്ല. സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരാധിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ വൈഫും അമ്മയും ഒക്കെ ഇവിടെ ആരാധിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞേ, നമ്മൾ പാപത്തിന് കൂടെ പിടിക്കരുത്. ഒരുത്തൻ്റെ പാപം കണ്ടു കഴിഞ്ഞാൽ ചിലരോടെന്ത് ചെയ്തു, നമ്മൾ അവൻ്റെ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കത്തില്ല, ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ ദൈവസഭയിൽ പറയാറുണ്ട്, എന്തെങ്കിലും ഒരുത്തിനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളത് പറഞ്ഞ് അത് വിഷയമാക്കാൻ വേണ്ടി പോകണ്ട. നീ ആത്മീകനാണെങ്കിൽ ഒരുത്തനിൽ ഒരു ബലഹീനത കണ്ടു കഴിഞ്ഞാൽ നീ അവനോട് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ പോകുന്നതിനേക്കാൾ നല്ലത് നിൻ്റെ വീട്ടിനകത്ത് അവന് വേണ്ടി അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ നീ മുട്ടുമടങ്ങണം. അതാണ് ആത്മീകൻ്റെ ലക്ഷണം. സ്തോത്രം. അപ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പം ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. ഒന്ന്, നമ്മളെ വിളിച്ചവനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. രണ്ട്, നമ്മുടെ വിളിയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. മൂന്ന്, നമ്മൾ പ്രാപിച്ച അഭിഷേകത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചുള്ള അറിവ് വേണം. നാല്, ദൈവശക്തിയെക്കുറിച്ചുള്ള അറിവ് വേണം. അഞ്ച്, നമ്മുടെ പുത്രത്വത്തെക്കുറിച്ചുള്ള അറിവ് വേണം. ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് അറിവ് ഇനിയും കിടപ്പുണ്ട്. എങ്കിലും ഞാനതങ്ങ് നിർത്തിയാൽ പോവുക, എല്ലാ കാര്യവും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ പറയുന്നു, ഒന്ന്, നമ്മുടെ വിളിച്ചവനെക്കുറിച്ചുള്ള അറിവ്, വിളിച്ചവനെക്കുറിച്ചുള്ള അറിവ്. രണ്ട്, വിളിയെക്കുറിച്ചുള്ള അറിവ്. പ്രതിസന്ധി വരുമ്പോൾ ചിലതൊക്കെ വിട്ടേച്ച് പോകുന്നത് വിളിച്ചവനെക്കുറിച്ചുള്ള അറിവില്ല, വിളിയെക്കുറിച്ചുള്ള അറിവും ഇല്ല. അവൻ പ്രാപിച്ച അഭിഷേകത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചുള്ള അറിവ് അവനില്ല. അവൻ പ്രാപിച്ച ആത്മാവിനെക്കുറിച്ചുള്ള അറിവില്ല. പുത്രത്വത്തെക്കുറിച്ചുള്ള അറിവ് ഇല്ല. പരാജയത്തിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്ന്, നമ്മുടെ വിളിച്ചവനെക്കുറിച്ചുള്ള അറിവ്. സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവദാസൻ എന്നെ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ മീറ്റിങ്ങിന് വിളിച്ചപ്പോഴത്തേന് എൻ്റെ മനസ്സിനോത്തോട് ഒത്തിരി വാക്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു. ഇത് ചെന്ന് പ്രസംഗിക്കാം, അത് ചെന്ന് പ്രസംഗിക്കാം, ദൈവശബ്ദത്തെക്കുറിച്ച് പ്രസംഗിക്കാം, ആമേശ കാത്തിരിപ്പിനെക്കുറിച്ച് പ്രസംഗിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഇങ്ങനെ വന്നെങ്കിലും കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ വചനം എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ വന്നു. ഇത് ഇപ്പോൾ പിടിച്ചതൊന്നുമല്ല, കിട്ടിയതൊന്നുമല്ല. വർഷങ്ങൾ കൊണ്ട് ദൈവസഭയ്ക്കകത്തും പലയിടങ്ങളിലും പ്രസംഗിക്കുന്നതാണ്. ഇനി ചിലർ വന്നിട്ട് പറയും ഇപ്പോൾ പിടിച്ചതെന്ന് പറയും. എനിക്കിപ്പോൾ പിടിച്ചതൊന്നുമല്ല. ഞാൻ ദിവസം 10-15 വർഷം കൊണ്ട് പ്രസംഗിക്കുക. പിന്നെ കർത്താവ് പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും ആശയങ്ങളോ വെളിപ്പാടുകളോ അതിനകത്ത് തരത്തില്ല എന്നല്ല. നിങ്ങൾ ഇരിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി, പാസ് ഒരു പ്രവചനമൊന്നും പറഞ്ഞില്ലല്ലോ, ഇതുവരെയൊക്കെ ഒരു വെളിപ്പാടും പറഞ്ഞില്ലല്ലോ. നമ്മൾ പ്രതീക്ഷിച്ച് വന്നതുപോലെ അല്ലല്ലോ സംഭവം. പണ്ട് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോഴത്തേന് ഏറ്റവും പൊക്കം കുറഞ്ഞ ആൾ ഞാനാണ്. മെലിഞ്ഞിട്ട് സ്തോത്രം. ഏറ്റവും മുമ്പിൽ എല്ലാവരും എന്നെ പിടിച്ച് തള്ളി വെണ്ടിലോട്ടിടാ എന്ന് പറയും. കാരണം ഞാൻ കുഞ്ഞാ. അവിടെ പ്രവാചകന്മാർ വന്നിട്ട് പറയും, വീഴാതെ വണ്ണം സൂക്ഷിച്ചോ, നിനക്ക് ഭയങ്കര പോരാട്ട കടമാണ്, സൂക്ഷിച്ച് നിൽക്കത്തില്ല, നിനക്ക് നേരെ പോരാട്ടം, മുള്ളുകളാണ്, പ്രതികൂലങ്ങളാണ്, പ്രതിസന്ധികളാണ്. അപ്പം ബാക്കിയുള്ളവനെല്ലാം ഇങ്ങനെ നോക്കി എന്നെ തന്നെ ഇരിക്കും. എന്നിട്ട് യോഗം തീരുമ്പോൾ എന്നെ കളിയാക്കും. എന്നിട്ട് അതിൻ്റെ അടുത്തിരിക്കുന്നവന് ശക്തമായി കൈയടിച്ച് അന്യഭാഷ പറയുന്നവനോട് നിന്നെ ലോകരാജ്യങ്ങളിലേക്ക് കർത്താവ് അയക്കാൻ പോവുകയാണ്. ഭയങ്കര പ്രവചനം. ഞാൻ പറഞ്ഞ, കർത്താവേ, എൻ്റെ അപ്പനൊരു വിശ്വാസി പോലും ഇല്ല. എന്നിട്ട് ഞാൻ കർത്താവിനെ വിളിച്ച് ഇറങ്ങിയിട്ട് എനിക്കിന്നും കട്ടതയും പ്രതികൂലമൊക്കെ തന്നെ. പറയണവർ പറയട്ടെ, നമുക്ക് വിഷയമൊന്നുമല്ല. മുഖം നോക്കി പറയുന്നവരുമുണ്ട്, ആത്മനിയോഗത്തിൽ പറയുന്നവരുണ്ട്. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വചനം നമ്മുടെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഒറ്റ പ്രവചനവും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ വചനം ചില ക്രിയകളങ്ങ് ചെയ്തോളും. വചനം നമ്മുടെ ഞാൻ ദൈവസഭ പറഞ്ഞത്, നിൻ്റെ അനുഗ്രഹത്തിന് പ്രവചനമല്ല ആധാരമെന്ന് പറയുന്നത് രൂപാന്തരമാണ്, ക്രമീകരണമാണ്, മാനസാന്തരമാണ്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ചിലർക്കൊക്കെ ഉറക്കവും വരുന്നുണ്ട്. ഞാനിപ്പോൾ അങ്ങ് നിർത്താം. ഇനിയിപ്പോൾ 20 മിനിറ്റും കൂടെ അതിനകത്തങ്ങ് നിർത്താം. ഒന്ന്, നമ്മുടെ വിളിച്ചവനെ നമ്മൾ തിരിച്ചറിയണം. വിളിച്ചവനെ തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം സന്ധ്യയായപ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, വരിക നമുക്ക് അക്കരയ്ക്ക് പോകാം. വരിക നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ യേശു കർത്താവ് പടകിൽ കയറി അമലത്ത് തറ വെച്ച് മുറങ്ങി. യേശു കർത്താവ് ശിഷ്യന്മാരുമായിട്ട് പടകിൽ യാത്ര ചെയ്തുകൊണ്ടങ്ങ് പോവുക. കുറേ ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ കാറ്റടിക്കുന്നു. കാറ്റ് കടലിനെ ഇളക്കുന്നു, കടൽ പടകിനെ ഇളക്കുന്നു, പടക് ശിഷ്യന്മാരെ ഇളക്കുന്നു, ശിഷ്യന്മാർ യേശുവിനെ ഇളക്കി. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, എവിടെയെങ്കിലും ഒരിടത്ത് ഒരുത്തനങ്ങ് ഇളകിയാൽ മതി, മൊത്തം അങ്ങ് ഇളകും.
വീട്ടിനകത്ത് ഒരാളങ്ങ് ഇളകിയാൽ മതി. സ്തോത്രം. 1.5 വയസ്സുകാരൊന്ന് ഇളകിയാൽ മതി, പിന്നെ മൊത്തം ഇളക്കുക. പിന്നെ അടിയും പ്രശ്നവും വഴക്കൊക്കെയാണ്. സ്തോത്രം. മൊത്തം ഇളകി. ആദ്യം കാറ്റിളകി, കാറ്റ് കടലിനെ ഇളക്കി, കടൽ പടകിനെ ഇളക്കി, പടക് ശിഷ്യന്മാരെ ഇളക്കി, ശിഷ്യന്മാർ യേശുവിനെ. യേശു ആരെങ്കിലും ഇളകിയോ? കൃപയുള്ളവന് ഇളകുന്നതിൻ്റെ കൂടെ ഇളകാൻ നിൽക്കത്തില്ല. ഈ ഇളകിയതിനെ അങ്ങനെ ഒതുക്കാമെന്ന് നോക്കുന്നവനാ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആരെങ്കിലും പറയുന്നത് കേട്ട് നീ ദൈവസഭയ്ക്ക് വിരോധമായി ഇളകരുത്, നീ കുടുംബത്തിന് വിരോധമായി ഇളകരുത്, നിൻ്റെ ദർശനത്തിന് വിരോധമായി നീ ഇളകരുത്, നിൻ്റെ അഭിഷേകത്തിന് വിരോധമായി നീ യേശുവിൻ്റെ നാമത്തിൽ ഇത് ഞാൻ പറയുമ്പോൾ തന്നെ പിശാചിന് ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. പിശാചേ, നീ ഉദ്ദേശിക്കും പോലെയല്ല. കൃപയുള്ളവൻ്റെ അന്യഭാഷ നിനക്ക് നേരെയുള്ള വാളാണ്. ആമേൻ. അഭിഷേകമുള്ളവൻ്റെ ആമേൻ സ്തോത്രം ശബ്ദം നിനക്ക് നേരെയുള്ള വാളാണ്. അങ്ങനെയെങ്കിൽ ആത്മാവിന്നൊരു പകലിൽ ഒരു ദൂത് ദൈവസഭയോട് പറയുന്നു. ഒരു യവത്തപ്പം ഉരുണ്ടു വന്ന് മിദ്യാന്യ പാളയത്തെ മറിച്ചു കളഞ്ഞെങ്കിൽ അത് യോവാശിന്റെ മകനായ ഗിദെയോന്റെ വാളല്ലാതെ മറ്റൊന്നല്ല എന്ന് ശത്രു തിരിച്ചറിഞ്ഞതുപോലെ ആത്മാവിൽ ആരാധിക്കുന്നവനെ, നീ പറയുന്ന അന്യഭാഷയുണ്ടല്ലോ, അത് ശത്രു നിനക്ക് വിരോധമായി, പിശാച് നിനക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ അഭിഷേകത്തിന് വിരോധമായി, നിന്റെ വാഗ്ദത്തത്തിന് വിരോധമായി അടിച്ചിരിക്കുന്ന പാളയങ്ങളെ മറിച്ചു കളയുന്ന ദൂതാണ്. ആത്മാവിനോട് പറയുന്ന ഒരു വാള്, അധികാരത്തിന്റെ വാള് ദൈവം ചിലതിനെ കൈമാറുകയാണ്. അധികാരത്തിന്റെ വാള് കൈമാറുകയാണ്. ആത്മാവിൽ കയറി. ദൈവമക്കളെ, നമ്മളിങ്ങനെ ഈ വാളെന്നൊക്കെ പറയുമ്പോൾ അധികാരത്തിൻ്റെ വാളൊക്കെ കൈമാറിയെന്ന് പറയുമ്പോഴത്തേന് ചിലർക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടാകും. ചിലർ കളിയാക്കും, ഇങ്ങനെ ഇനി വാളും കൂടെ കിട്ടാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. സ്തോത്രം. കർത്താവിനോട് ഈ അധികാരത്തിൻ്റെ വാളെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ആദ്യമൊന്നും എനിക്കും സംഭവം മനസ്സിലായില്ല. പിന്നെ വാളെന്ന് പറഞ്ഞ് യേശാവിനെ ശപിക്കുന്ന കൂട്ടത്തിൽ അപ്പനൊരു കാര്യം പറഞ്ഞു, നിൻ്റെ വാൾ കൊണ്ട് നീ ഉപജീവിക്കും. നിൻ്റെ വാൾ കൊണ്ട് നീ ഒറ്റ അനുഗ്രഹം കൊടുക്കാനില്ല, ആകപ്പാടെ കയ്യിലുള്ളത് വാളാണ്, അതിനെയും ശപിച്ചാൽ കൊടുത്തേ. അനുഗ്രഹം മുഴുവനും കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി. കയ്യിലിപ്പോൾ എന്നാ ഉള്ളത്? ഒരു വാൾ മാത്രമേ. വാളും പിടിച്ചുകൊണ്ടിരിക്കുന്നോട് പറയാം, അതും നിനക്ക് ശാപമെന്ന്. 22 വർഷം കഴിഞ്ഞ് യാബോക്ക് നദി കടന്ന് കൂട്ടൻ 2ആയി വിഭാഗിച്ച് യാക്കോബ് കയറി വരുമ്പോൾ ഏശാവും അവനോട് കൂടെ 400 പേരും കയറി വരിക. കയ്യിരിപ്പോണ്ടാ ചിലതൊക്കെ ഗുണം പിടിക്കാതെ. ദൈവം ഏശാവിനൊക്കെ അനുഗ്രഹിച്ചില്ല എന്നൊന്നും പറയണ്ട. ഏശാവ് 400 കൂടെ കയറി വരിക. 22 വർഷം മുമ്പ് പൊട്ടനെന്നും മണ്ടനെന്നും ആമേ സ്തോത്രം വിവരദോഷിയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ആമേ യാക്കോബ് ഇപ്പം ഏശാവിനെ വിളിച്ചത് എന്താണെന്നറിയാവോ? യജമാനനെ. ദൈവം വിളിപ്പിച്ചു. നിന്നെ പരിഹസിക്കുന്നവനെ കൊണ്ട് തന്നെ നിന്നെ യജമാനനെ എന്ന് വിളിപ്പിക്കും. നിന്നെ നിന്ദിച്ചവനെ കൊണ്ട് തന്നെ ആമേ സ്തോത്രം നിന്നെ യജമാനനെ എന്ന് വിളിപ്പിക്കും. അത് തമ്പുരാൻ്റെ നീതി എന്നാണ് ഞാൻ പറയുന്നേ. ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞ ദൂത് പിടികിട്ടത് എത്ര പേരുണ്ട്? അവർ ഒന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ലോകം നിനക്ക് തന്ന ചില ശാപത്തിൻ്റെ വാളുകളുണ്ട്. ലോകം നിനക്ക് ചില ശാപങ്ങളുണ്ട്. അതിനെ തമ്പുരാൻ അനുഗ്രഹമാക്കി അങ്ങ് തീർക്കും. മറ്റവനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് അപ്പം പറഞ്ഞിടേ സ്തോത്രം നീ അവനെ സേവിക്കുമെന്നൊക്കെ പറഞ്ഞ് അവസാനം അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ്റെ മുഖം നിൻ്റെ കഴുത്തിൽ നിന്ന് എന്ത് ചെയ്യും? കുടഞ്ഞു കളയും. അവൻ്റെ മുഖം നീ കഴുത്തിൽ നിന്ന് 22 വർഷങ്ങൾക്ക് ശേഷം യാക്കോബ് ഏശാവിൻ്റെ കഴുത്തിലോട്ട് വിടുന്നപ്പോഴത്തേന് അപ്പൻ 22 കൊല്ലം മുമ്പ് പറഞ്ഞൊരു ദൂതം എനിക്ക് ഓർമ്മ വന്നു. ഏതാ? അവൻ്റെ മുഖത്തെ നീ കുടഞ്ഞു കളഞ്ഞു. സ്തോത്രം. സമയമുണ്ട് സഹോദരങ്ങളെ. ചിലത് നമ്മളായിട്ട് വയ്ക്കുന്ന ചില ബന്ധനങ്ങളും നുഖങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ദൈവസഭയിൽ പറഞ്ഞു, പിശാച് വയ്ക്കുന്ന ബന്ധനത്തേക്കാൾ കൂടുതൽ നമ്മൾ വെച്ച ചില ബന്ധനങ്ങളാണ് നമ്മൾ മുറുകിയിരിക്കുന്നത്. ഒന്ന് വായിച്ചേ. സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 28:22 വായിച്ചേ. പെട്ടെന്ന് വായിക്കണേ സഹോദരൻ. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളായിരിക്കരുത്. സർവഭൂമിയിലും മതി. അത് മതി. എൻ്റെ ബന്ധനത്തെ മുറുക്കുന്നത് പിശാചല്ല, ഞാനായിട്ട് മുറുക്കുന്ന എൻ്റെ ബന്ധനമുണ്ട്.
എങ്ങനെ മുറുക്കുന്നേ? മറ്റുള്ളവനെ പരിഹസിക്കുന്നത് എൻ്റെ ബന്ധനത്തെ മുറുക്കുക. ഞാൻ ദൈവസഭയെ പറഞ്ഞു, നീ പരിഹസിക്കും തോറും നിൻ്റെ ബന്ധനം മുറുകിക്കൊണ്ടിരിക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പണ്ട് അപ്പം പറഞ്ഞിട്ട് കുഞ്ഞ് അവൻ്റെ മുഖം കുടഞ്ഞോളെന്ന് പറഞ്ഞപ്പോൾ കാര്യം പിടികിട്ടില്ല, അങ്ങ് പോയെങ്കിലും 22 വർഷങ്ങൾക്ക് ശേഷം അമ്മ അനിയൻ വന്ന് കഴുത്തിലിട്ട് വീഴുന്നപ്പോഴേ അപ്പം പറഞ്ഞ ദൂത് പിടികിട്ടിയേ. അവിടെ വെച്ചങ്ങ് മുഖത്തെ കുടഞ്ഞു കളഞ്ഞു. അടുത്ത് യാക്കോ പറഞ്ഞൊരു കാര്യമുണ്ട്. യേശോ പറഞ്ഞൊരു ചോദ്യമുണ്ട്, ഞാൻ വഴി കണ്ട കൂട്ടമൊക്കെ മാറരുത്. ഉടനെ യാക്കോ പറഞ്ഞു, അത് മുഴുവനും ആർക്കുള്ളത്? ആ വാക്കൊന്ന് പറയാമോ? അത് മുഴുവനും ആർക്കുള്ളത്? യജമാനനുള്ളത്. വഴി കണ്ട കൂട്ടമൊക്കെ യജമാനനുള്ളത്. അപ്പം യേശോ പറഞ്ഞാണ്, നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ, എനിക്കിഷ്ടം പോലെ ഉണ്ട്. യാക്കോബിനെ പരസ്യമായി അനുഗ്രഹിക്കുമ്പോൾ യേശോവിനെ രഹസ്യമായി അനുഗ്രഹിച്ചു. സ്തോത്രം. നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ അല്ല, ഇത് സമ്മാനം യജമാനനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ജയിച്ചവനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞവന് സമ്മാനം കൊടുപ്പിക്കുക ദൈവത്തിൻ്റെ നീതിയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ദൈവം യാക്കോബിനെ സ്നേഹിച്ച് യേശോവിനെ ദൂഷിച്ച ഒരുപാളുമില്ല, ദൈവത്തിൻ്റെ പക്കൽ അനീതിയില്ലല്ലോ. സ്തോത്രം. അതൊക്കെ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് വരുമ്പോഴത്തേന് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞ യാക്കോബിൻ്റെ സന്തതികളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട് കയറി വരുമ്പോഴത്തേന് ദൈവം മോശയോട് കാര്യം പറഞ്ഞു, മോശേ, നീ പല പട്ടണങ്ങളെയും പിടിച്ചടക്കി പല രാജാക്കന്മാരെയും ദേശങ്ങളെയും കൊള്ളയിട്ട് കയറി വന്നു, പക്ഷേ സേയീർ പർവ്വതത്തിൽ കാൽ കുത്തുവാൻ ഞാൻ നിന്നെ സമ്മതിക്കത്തില്ല. സേയീർ പർവ്വതം ഞാൻ യേശാവിനും അവൻ്റെ സന്തതികൾക്കും അവകാശമായി കൊടുത്തിരിക്കുന്നു. മനസ്സിലായോ? ഒരു തലമുറ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ വലയുമ്പോൾ അപ്പനാൽ ശപിക്കപ്പെട്ട ഒരുത്തന് അവകാശത്തെ ദൈവം സ്ഥിരമാക്കി കൊടുത്തു. തമ്പുരാൻ്റെ ഭയങ്കര നീതിയാണ് അതൊക്കെ. ഞാൻ യേശാവിൻ്റെ വിഷയം ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഒത്തിരി നിലവിളിച്ചൊരു മനുഷ്യനാണ് ഞാൻ. യേശാവിൻ്റെ ഭാഗം വായിച്ച് ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വേദപുസ്തകത്തിനകത്ത് വീണ് എനിക്ക് തുടർന്ന് വായിക്കാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞു, ദൈവമേ, ഇതുപോലൊരു മനുഷ്യനെ നീ അനുഗ്രഹിക്കൂ. അപ്പം കൊടുത്ത വാള്, അപ്പം പറഞ്ഞു, നിൻ്റെ വാൾ കൊണ്ട് ഉപജീവിക്കുവാടാ നീ ശാപമെന്ന് പറഞ്ഞു. അപ്പൻ്റെ വീട് മുതൽ സേയീർ പർവ്വതം യേശാവ് എന്ന് പറഞ്ഞ മനുഷ്യൻ എത്തിയത് അപ്പൻ ശപിച്ചു കൊടുത്ത വാള് മുമ്പിലുള്ള പ്രതിസന്ധികൾ മുഴുവനും വെട്ടിമാറ്റി എങ്ങനെ നിനക്ക് തന്നിരിക്കുന്ന പ്രാർത്ഥനയുടെ വാള്, നിനക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ വാള്, നിനക്ക് തന്നിരിക്കുന്ന ആരാധനയുടെ വാള്, നിനക്ക് തന്നിരിക്കുന്ന ദൈവകൃപയുടെ വാള്, എത്ര പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ മുമ്പിലുണ്ടെങ്കിലും അതിനെ വെട്ടിമാറ്റി കയറാൻ ദൂത് ഞാൻ ആത്മാവിൽ പറയുമ്പോൾ ദൈവദിനത്തിന് മുമ്പിൽ നിൽക്കുന്നതിലെ പ്രതികൂലങ്ങളെ ആത്മാവിൽ വെട്ടുകയാണ്. നീ പറയുന്ന അന്യഭാഷയുണ്ടല്ലോ, നീ പറയുന്ന സ്തോത്രമുണ്ടല്ലോ, അത് മുമ്പിലുള്ള ചിലതിനെ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മാവിനത് കാണുന്നു. ദൈവദിനത്തിന് വിരോധമായി നിൽക്കുന്ന ചില പട്ടണത്തിന്റെ പ്രതികൂല മേഖലകളെ ആത്മാവിൽ ദിനം വെട്ടുകയാണ്. ഓ ശകബലതറ ദൈവത്തിൻ്റെ കരുണ അഭിഷിക്തനെ ദൈവം നിർത്തിയത്, ദൈവത്തിൻ്റെ കരുണ. ദൈവം ഈ അബ്രഹാമിനെ വിളിച്ചതുപോലെ വിളിച്ചുറക്കിയത് ദൈവത്തിൻ്റെ കരുണയാണ് കേട്ടോ. എത്രയോ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പരിഹാസത്തിൻ്റെ വാക്കുകൾ, തീയമ്പുകൾ ജീവിതത്തിനകത്ത് കയറി വന്നു. പക്ഷേ എന്തുകൊണ്ട് പിശാച് ജയിച്ചില്ലെന്ന് ചോദിച്ചാൽ ദൈവം നിങ്ങളുടെ പക്ഷത്തായിരുന്നു. ദൈവത്തിൻ്റെ കരുണയുണ്ടോ? ഇന്നും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. ആത്മാവനോട് പറയുന്നത്, നദനയിൽ അത്തിയുടെ ചുവട്ടിലിരുന്നത് പോലെ ചില വിഷയത്തിന്റെ മറുപടികൾക്ക് വേണ്ടി ഇരിക്കുകയാണ്. ആത്മാവനോട് പറയുന്നു, 2024 10ാം മാസം പകുതി കഴിയുമ്പോൾ ചിലതിന്റെ വിടുതലുകൾ കൂടാരത്തിനകത്ത് വെളിപ്പെട്ടു വരും. വെളിപ്പാടുകൾ കൊണ്ട് തമ്പുരാൻ നിറയ്ക്കും. ദൈവവചനത്തിന്റെ വെളിപ്പാട്, ദൈവരാജ്യത്തിന്റെ ഓ യേശുവിന്റെ നാമത്തിൽ അതിലോട്ട് കയറി വാ വിശുദ്ധനെ. യേശുവിന്റെ നാമത്തിൽ വെളിപ്പാട്. ആത്മാവിനോട് അങ്ങനെ പറയുന്നു, ഒരു വെളിപ്പാടിന്റെ ശക്തമായിരിക്കുന്ന ശുശ്രൂഷ ആത്മാവിനോട് ദൂത് പറയാൻ പറയുന്നു. കൊലോസ്യ സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്നതിന് എബ്ബപ്രാശുവിനെ പോലെ ഒരു പ്രാർത്ഥനയുടെ പുതപ്പിനെ തമ്പുരാനിട്ട് കയറി വരുവാൻ കഴിയാത്തവണ്ണം ആ ജഡത്തിൽ ശൂലം വച്ചിട്ട് പൗലോസിനോട് പറഞ്ഞു, ഇതിനെ പൊട്ടിച്ച് നീ കയറി വരാൻ പറ്റുവോടെ പൗലോസേ എന്ന് പൈശാചിക മണ്ഡലം പൗലോസിനോട് കേട്ടാൽ അവൻ പറയും, നീ വച്ച ശൂലത്തെക്കാൾ എനിക്ക് വലുതാണ് ഞാൻ ദൈവത്തിൽ നിന്നും പ്രാപിക്കപ്പെട്ട കൃപ. ഉടകബലഗജന പ്രതിസന്ധികളെക്കാൾ വലുതാണ് കൃപയെന്ന്, പ്രതികൂലത്തെക്കാൾ വലുതാണ് കൃപയെന്ന്, പിശാച് വച്ച ശൂലത്തെക്കാൾ വലുതാണ് കൃപ.
ആമേൻ. ദാവീദിനോട് അവന്റെ സഹോദരങ്ങൾ കേട്ടടാ, നീ യുദ്ധം കാണാൻ കയറി വന്നവനാണോ, നീ യുദ്ധം കാണാൻ വന്നവനാണോടാ എന്ന് പറഞ്ഞ് പടക്കളത്തിൽ വെച്ച് പരിഹസിച്ചു വിടുമ്പോൾ ആ പരിഹാസത്തെ മൈൻഡ് ചെയ്തില്ല അഭിഷിക്തനെ. ആമേൻ, സ്തോത്രം. അവൻ പരിഹാസത്തെ മൈൻഡ് ചെയ്തില്ല. കാരണം അവന്റെ മേൽ കിടന്ന അഭിഷേകമായിരുന്നു വലുത്. അഭിഷേകം ചില മേഖലകൾ നിങ്ങളെ നൃത്തം കേട്ടോ. ആത്മാവിനോട് പറയുന്നു, നീ ദൈവത്താൽ ചില മതിലുകളെ ചാടി കടക്കും, ചാടി കടക്കും. കൃപയുള്ളവൻ ചിലത് ചാടി കടക്കും. അഭിഷേകത്തെ വലുതായി കാണുന്നവൻ ഗോലിയാത്തിനെ ചെറുതായി കാണും. അഭിഷേകത്തിന്റെ വലിപ്പം തിരിച്ചറിയുന്നവന് ഗോലിയാത്ത് ഒരു വിഷയമല്ല. അഭിഷേകത്തിന്റെ വലിപ്പം തിരിച്ചറിയുന്നവന് ഫെലിസ്ത്യൻ ഒരു വിഷയമല്ല. അഭിഷേകത്തിന്റെ വലിപ്പം തിരിച്ചറിയുന്നവന് പച്ച ഞാണൊരു വിഷയമല്ല. അഭിഷേകത്തിന്റെ വലിപ്പം തിരിച്ചറിയുന്നവന് പുതിയ കയറൊരു വിഷയമല്ല. ആത്മാവിൽ കയറിവ. അഭിഷേകത്തിന്റെ വലിപ്പം തിരിച്ചറിയാൻ പറ്റുന്നു അഭിഷുദ്ധനെ. അഭിഷേകത്തിന്റെ വലിപ്പം തിരിച്ചറിയുന്നവന് ആമേൻ, ശത്രു എത്ര വലിയവനെങ്കിലും, ഗോലിയാത്ത് എത്ര വലിയവനെങ്കിലും, അവന്റെ കയ്യിൽ ആമേൻ വലിപ്പമേറിയ ആയുധമുണ്ടെങ്കിലും അഭിഷേകമുള്ളവൻ അതൊരു വിഷയമല്ല. അർച്ചം ധരം ധൂരം പ്രഭം ശേനിതം ധരം വേരിപക്ഷ പ്രബോധി ഘടക ശതർമനാം ധരാതി അർത്ഥമനക ജനതല ഘടക റംശമനതര ഘടകശ്രീ. യേശുവിൻ്റെ നാമത്തെ എന്താ പ്രശ്നങ്ങൾ നിനക്ക് വലിപ്പമുള്ളതായി തോന്നുന്നേ? എന്താ പ്രതികൂലങ്ങൾ വലിപ്പമുള്ളതായി തോന്നുന്നേ? എന്താ രോഗത്തെ വലിപ്പമുള്ളതായി തോന്നുന്നേ? നീ അഭിഷേകത്തെ ചെറുതായി കണ്ടതുകൊണ്ടാണ്. എന്നാൽ അഭിഷേകത്തെ നീ വലുതായി കണ്ടാൽ രോഗമൊരു വിഷയമല്ല, ശൂലമൊരു വിഷയമല്ല, കഷ്ടത ഒരു വിഷയമല്ല, കടഭാരം ഒരു വിഷയമല്ല. യേശുവിന്റെ നാമത്തിൽ ചേർന്ന് സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? ചേർന്ന് ആരാധിക്കാൻ എത്ര പേർക്ക് കഴിയും? പ്രബോധി അന്തരക്ഷ പ്രവക്ഷാത വൈഷ പ്രബന്ധനാദി അടൽ ഖാനധാരം ധൈര്യപക്ഷ പ്രബന്ധനം അടൽ തോരിവേഷം ധരപ്രഭാതി ഘടകം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ അഭിഷേകമുള്ളവന് കാരാഗ്രഹം ഒരു വലിപ്പമല്ല. അഭിഷേകമുള്ളവന് ചങ്ങല ഒരു വിഷയമല്ല. അഭിഷേകമുള്ളവന് കയ്യാമം ഒരു വിഷയമല്ല. അഭിഷേകമുള്ളവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ, അഭിഷേകമുള്ളവൻ ആരാധിക്കുവാൻ തുടങ്ങിയ ചില ചങ്ങലകൾ പൊട്ടും, കയ്യാമങ്ങൾ അഴിഞ്ഞു മാറും. അങ്ങനെ സംഭവിക്കട്ടെ. അഭിഷേകമുള്ളവന് കയ്യിൽ ചുറ്റി അണലി ഒരു വിഷയമല്ല. ആത്മാവിൽ ആരാധിച്ച് അല്പസമയങ്ങൾ ആത്മാവിൽ ആരാധിച്ച് പടകിനകത്ത് കയറിയ യേശു കർത്താവ് അമരത്ത് തലകണ വെച്ചുറങ്ങി. 12 ശിഷ്യന്മാരും പടകിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത മുന്നോട്ട് പോകുമ്പോൾ പ്രതികൂലങ്ങൾ കയറി വന്നു, കാറ്റടിച്ചു, കടലിളകി, പടക് മുങ്ങുമാറായി. അന്നേരം വിളിക്കുക, സ്തോത്രം നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല യകുഞ്ഞേ. സ്തോത്രം. എവിടെ നിന്നാണ് കർത്താവ് വിളിച്ചേ? എനിക്ക് ഈ ശിഷ്യന്മാരുടെ നിലവിളി കേട്ടപ്പോൾ, സ്വാഭാവികം എല്ലാവരും വിളിക്കുമായിരിക്കും, പക്ഷേ ശിഷ്യന്മാരുടെ നിലവിളി കേട്ടപ്പോൾ അവർ നിലവിളിക്കാത്തൊരു വാചകം പറയുന്നുണ്ട്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. അങ്ങനെയെങ്കിൽ വിളിച്ച 12 എന്താണ്? നാശക്കോട്ടയ്ക്കകത്ത് കടന്നതാ, നാശകൂപത്തിനകത്ത് കടന്നതാ. പക്ഷേ ആ നാശത്തിനകത്ത് ജീവിതത്തിൽ മുഴുവൻ പരാജയപ്പെടുന്ന പത്രോസേ, നിന്നെ വിളിക്കുമ്പോൾ നീ വെറും വലയും വള്ളവുമായിട്ടല്ലട കുഞ്ഞെ നിന്നേ. നീ നശിക്കണമെങ്കിൽ അവിടെ വച്ച് നശിക്കണ്ടായോ? ഈ പടകിനകത്ത് വിളിച്ച് കയറ്റി നീ ഇതിനകത്ത് ഇരുത്തിയിട്ട് നിന്നെ കൊല്ലാൻ കൊടുക്കുന്നവനല്ല ഞാൻ, നിന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവനല്ല ഞാൻ. തിരിച്ചറിയുന്ന എത്ര പേരുണ്ട് കുഞ്ഞെ? ഈ വിളിക്കകത്ത് വരുന്നതിന് മുമ്പേ നീ നശിക്കാമായിരുന്നു. ഇതിനകത്ത് വിളിച്ചതിന് ശേഷം നിന്നെ നശിപ്പിക്കുന്നവനല്ല ഈ ദൈവം.
ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്. നശിക്കണമെങ്കിൽ വർഷങ്ങളോളം ഞാൻ ഓർഫണേജിൽ നിന്നാണ് പഠിച്ചത്. ഈ പേരൂർക്കടയിൽ നിന്ന് മണ്ണാമൂലേക്ക് പോകുമ്പോഴത്തേന് ചെറിയ കൺകോടിയ സ്കൂള്, ആ ചെറിയ കൺകോടിയ സ്കൂളിനോട് ചേർന്നൊരു ഓർഫണേജ് ഉണ്ട്. ഞാനും എൻ്റെ പെങ്ങളും വർഷങ്ങൾ ഞങ്ങൾ അവിടെ നിന്നാണ് പഠിച്ചത്. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ അപ്പൻ്റെ മേലൊരു ന്യായവിധിയൊക്കെ ഉണ്ടായി. ഞാൻ പറയാൻ അതൊക്കെ വിട്ടങ്ങ് പോവുക കേട്ടോ. അപ്പനെ ദൈവം ഒരു വലിയൊരു ശിക്ഷ കേൾപ്പിച്ചു. ബൈബിൾ വലിച്ചു കീറിയ മനുഷ്യനല്ലേ, ദൈവത്തെ പരിഹസിച്ച മനുഷ്യനല്ലേ, ദൈവം എന്നാളും കണ്ണടച്ചിരിക്കുവോ? സ്തോത്രം. അമ്മയിലൂടെ ആ ദൂത് പറയുന്നേ. എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞു, നിൻ്റെ ഭർത്താവിനോട് നീ എന്ന് പറ, ഒരാഴ്ചക്കകത്ത് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മനുഷ്യരാൽ മാറ്റാൻ പറ്റാത്ത അനർത്ഥം ഞാൻ നിനക്ക് വരുത്തും. എൻ്റെ അമ്മ പറഞ്ഞ്, എൻ്റെ പൊന്നു കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കഞ്ഞി പോലും എനിക്ക് കിട്ടുകയില്ല, ഞാൻ പറയത്തില്ല കർത്താവേ, പറയത്തില്ല. 2 പ്രാവശ്യം നീ പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു. അമ്മ പറഞ്ഞ്, പറയത്തില്ല കർത്താവേ. പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരണം എന്താണെന്ന് അമ്മയ്ക്ക് അറിയാം. ഒരു പക്ഷേ ആ അടുപ്പിരിക്കുന്ന കഞ്ഞിയും കലയും എല്ലാം കൂടെ അമ്മയുടെ തലയിലോട്ട് വരും. സ്തോത്രം. ഒതിരെ തല്ലും, ഒരു വാക്ക് മിണ്ടാൻ പറ്റത്തില്ല. ഞങ്ങൾ 3 മക്കളും അപ്പൻ വരുന്ന ശബ്ദം കേൾക്കുമ്പോഴേ വീട്ടിൻ്റെ 3 മൂലയിലോട്ടാണ് ചെന്നിരിക്കുന്നത്. എൻ്റെ ഏറ്റവും ഉള്ളത് പെങ്ങളാണ്. അവളിങ്ങനെ ഇറങ്ങി വന്നിട്ട് പപ്പ എന്ന് വിളിക്കുമ്പോൾ പപ്പയുടെ പ്രതികരണം എങ്ങനെയാണോ അത് കേട്ടിട്ടാണ് ഞങ്ങൾ പിന്നാലെ പോകുന്നത്. അങ്ങനൊരു മനുഷ്യൻ എൻ്റെ അപ്പൻ. എൻ്റെ അപ്പനോട് ഇങ്ങനെ ദൂത് പറഞ്ഞാൽ ദൈവം പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല. അമ്മയോട് പറഞ്ഞ് 2 പ്രാവശ്യം പറഞ്ഞു, നീ ഒന്ന് പറ. സ്തോത്രം. അന്നേരം അമ്മ പറഞ്ഞു, ഞാൻ പറയത്തില്ല കർത്താവേ, എനിക്ക് പറ്റത്തില്ല, എനിക്ക് തല്ല് കിട്ടും കർത്താവേ. സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നാളെ തൊട്ട് കഞ്ഞി കിട്ടത്തില്ല കർത്താവേ എന്നൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അടുത്ത് പറഞ്ഞ ദൂത്, ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയിൽ മരിച്ചാൽ അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. സ്തോത്രം. എൻ്റെ അമ്മ ഭയപ്പെട്ടു ദൈവത്തെ. അപ്പനോടൊന്ന് പറഞ്ഞു. അപ്പം മടങ്ങി വരാൻ തയ്യാറായില്ല. കിട്ടിക്കൊണ്ടുവന്ന റേഷനും ശരിയാണ്, അമ്മ ചിന്തിച്ച പോലെ കിട്ടിയില്ല, അരിയും കിട്ടിയില്ല. അന്നൊത്തിരി എൻ്റെ അപ്പനെ ഒത്തിരി ആടും മാടൊക്കെയുള്ള സമയമാണ്. തടിയുടെ ബിസിനസ്സും മാടും ഒക്കെയുള്ള സമയമാണ്. അപ്പനും എൻ്റെ അപ്പനുമായിട്ട്, എൻ്റെ വലിയപ്പനുമായിട്ടൊക്കെ ഭയങ്കര മത്സരമായി ഇവർ 2 അപ്പനും മോനും കൂടെയൊക്കെ. മടിശീല നിറച്ച് കാശിരിക്കുമ്പോഴും വീട് പലപ്പോഴും പട്ടിണിയാണ്. സ്തോത്രം. കാരണം എന്തുവാ? അമ്മ പ്രാർത്ഥിക്കുന്നു, അതാ കാരണം. സ്തോത്രം. അപ്പം അമ്മ പറഞ്ഞ്, പറയത്തില്ല കർത്താവേ. ദൈവം ആലോചന പറഞ്ഞപ്പോൾ അമ്മ എന്ന് പറഞ്ഞു. സ്തോത്രം. തല്ലൊക്കെ കിട്ടി അമ്മയ്ക്ക്. എൻ്റെ അപ്പനെ 6 മാസം ജനറൽ ഹോസ്പിറ്റലിൽ 6 മാസം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പം മരിക്കുന്ന ഒരപ്പൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും പറ്റിയില്ല. കാരണം ദൈവമാണ് പറഞ്ഞേ, ഞാൻ മാറ്റാൻ കഴിയാത്ത അനർത്ഥം ഞാൻ വരുത്തും. ദൈവത്തിൻ്റെ സന്ദർശനത്തിൻ്റെ 2 വർഷങ്ങൾ ഒരുപോലെ എൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ അനുഭവിച്ചതാണ്. പതിലും പറയുന്നു, ഞാൻ അവരുടെ സകല പാപങ്ങൾ നിമിത്തം അവരെ സന്ദർശിക്കും. സെൻറ്റ് ഫെന്നിയാവ് പറയുന്നു, ഞാൻ അമ്മേ സ്തോത്രം സന്ദർശിച്ചവരെ സ്ഥിതിയെ മാറ്റും. 2 ഞങ്ങളുടെ വീട്ടിനകത്ത് നടന്നു. പാപത്തിൻ്റെ സന്ദർശനവും സ്ഥിതിയെ മാറ്റിയ സന്ദർശനവും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദൈവം വിശ്വസ്തനാണ്. വിളിച്ചവനെ അതുകൊണ്ട് തിരിച്ചറിഞ്ഞ് പോകണം. ഓർഫണേജിനകത്ത് നിന്ന് പഠിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞാൻ വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. മഞ്ചാടിക്കുരി പൊട്ടിച്ചിട്ട് ഈർക്കിൽ വെച്ച് അത് ഇളക്കി ഒരു ചിരട്ടയ്ക്കകത്തിട്ടിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ, കുടുംബ വീട്ടിൽ എൻ്റെ പെങ്ങളെയും എന്നെയും കൂടെ കൊണ്ട് നിർത്തി. വെക്കേഷൻ ഞങ്ങൾ അവിടെ ചെന്ന് നിൽക്കുക. എൻ്റെ പെങ്ങൾക്ക് 5 വയസ്സുണ്ട്, 5.5 വയസ്സുണ്ട്. സ്തോത്രം. ആൻറ്റിയുടെ മക്കളെ അപ്പാപ്പനകത്ത് വിളിച്ച് അവർക്ക് മുട്ടായിയോ വാങ്ങിച്ചുകൊണ്ടെന്ന് സ്നാക്സോ എന്തൊക്കെ കൊടുത്തിട്ട് അവർ മുഖമൊക്കെ തുടച്ചുകൊണ്ട് ഇറങ്ങി വന്നു. അവർ ഞങ്ങളുടെ സമകാലികരാണ്. പിള്ളേർ പറഞ്ഞു, അപ്പാപ്പൻ പറഞ്ഞ് നിങ്ങൾക്ക് തരണ്ടെന്ന്. എൻ്റെ പെങ്ങളുടെ കണ്ണൊക്കെയാണ് നിറഞ്ഞു. എൻ്റെ മുഖത്തോട്ട് നോക്കി. ഇന്നും ആ നോട്ടൊന്നും എനിക്ക് മാറത്തില്ല. സ്തോത്രം. എൻ്റെ മുഖത്തോട്ട് നോക്കി കണ്ണൊക്കെയാണ് നിറഞ്ഞു. ഞാൻ ഏത് രാജ്യത്ത് പോയാലും ഏറ്റവും വിലപിടിപ്പുള്ളൊരു 10 ചോക്ലേറ്റ് അവർക്ക് മേടിച്ചു കൊടുക്കും. എവിടെ പോയാലും. അത് UK പോയാലും അയർലൻഡിൽ പോയാലും കാനഡയിൽ പോയാലും എവിടെ പോയാലും ഞാൻ മേടിച്ചു കൊടുക്കും. എൻ്റെ പെങ്ങൾക്ക് സ്പെഷ്യൽ. എൻ്റെ മക്കൾക്ക് പോലും ഞാൻ കൊടുക്കത്തില്ല. 3 പിള്ളേരുണ്ട്, അവർക്ക് പോലും ഞാൻ കൊടുക്കത്തില്ല. എൻ്റെ പെങ്ങൾക്ക് കൊടുത്തിട്ട് ഞാൻ റെഡി. പണ്ട് നീ 2 മുട്ടായിക്ക് വേണ്ടി കരഞ്ഞയല്ലേ, കർത്താവ് നമ്മളെ നടത്തിയില്ലേ. എൻ്റെ പെങ്ങള്, എൻ്റെ ആൻറ്റി പറഞ്ഞ ആ തള്ളയെപ്പോലെ വീട്ടുവേല ചെയ്ത് നരകിച്ച് നീ ഈ പെണ്ണും ചാകത്തു. എൻ്റെ പെങ്ങൾ കൊച്ച് അന്ന് പറഞ്ഞതാ. സ്തോത്രം. എൻ്റെ പെങ്ങൾക്ക് ഒരു ആയുർവേദ ഫാർമസി ജോലിയുണ്ട്. എല്ലാ മാസവും ശമ്പളം കിട്ടിയിട്ട് എന്നെ വിളിക്കും, പിള്ളേരെ ഒരു വീട്ടിലോട്ട് വരണേ. സ്തോത്രം. ഞങ്ങൾ 3 സഹോദരങ്ങളാണ്, ഞങ്ങൾ 3 കൂട്ടുകാരാണ്. കർത്താവ് അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങൾക്ക് തന്നെ. എൻ്റെ ചേട്ടച്ചാല് ഭയങ്കര സ്പിരിറ്റ് കച്ചവടവും ഭയങ്കര ഗുണ്ടയായിട്ടൊക്കെ നടന്ന സമയം. ഞാൻ ബൈബിളും കൊണ്ട് പോകും, എൻ്റെ അപ്പൻ വീട് വിളിച്ചുകൊണ്ട് ഫ്രണ്ടേ പോകും, ചേട്ടൻ സ്പിരിറ്റും കൊണ്ട് അതിൻ്റെ പുറകെ വരും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നേ. അതിനകത്ത് നിന്ന് എൻ്റെ ചേട്ടനോട് ഞാൻ സുവിശേഷം പറഞ്ഞു എൻ്റെ രക്ഷയിൽ കൊണ്ടുവന്നു.
ഒരു കുഞ്ഞാട് വന്നിരിക്കുന്ന പോലെ എൻ്റെ ചർച്ചിൽ ഇപ്പോൾ ഫ്രണ്ടിൽ വന്നിരിക്കും. സ്തോത്രം. കോൺട്രാക്ടറാണ് പുള്ളി, ചെറിയ രീതിയിൽ പണിയൊക്കെ എടുത്ത് ചെയ്യുക. ചർച്ചിനകത്ത് എന്തോ ആവശ്യമുണ്ടെങ്കിലും മുമ്പിൽ നിൽക്കും. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, ഇന്ന കാര്യം നമുക്ക് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ, ഞങ്ങൾ ദൈവത്തിൻ്റെ കൃപ, ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് ഞങ്ങളുടെ കൃപ മതി, പണമൊന്നും ഒത്തിരിയൊന്നും വേണ്ട, നിഗളിച്ചു പോകും, കൃപ മതി. ഹല്ലേലൂയ. ഞാനൊരിടത്തും എൻ്റെ പ്രസംഗം കൊഴിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാറില്ല. സ്തോത്രം. ഞാൻ പറയട്ടെ, ദൈവം നമ്മൾ നടത്തിയത്, ഞാൻ പറഞ്ഞ വിളിച്ചവനെ തിരിച്ചറിഞ്ഞ, അതാ ഞാൻ പറഞ്ഞു വന്നെൻ്റെ ആശയം. അതാ, വിളിച്ചവനെ തിരിച്ചറിഞ്ഞ നിൻ്റെ പടക് മുങ്ങത്തില്ല. ഓർഫണേജിൽ നിന്ന് ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേന് എൻ്റെ പെങ്ങളെയും എൻ്റെ മേഘത്തോട്ട് കൈവച്ചിട്ട് എൻ്റെ പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം, ഒരു നല്ല ജോഡി ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ ഭാഗ്യം തരണം. എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഞങ്ങളുടെ ദേഹത്തോട്ട് വീഴും. 121 സങ്കീർത്തനം വായിക്കും, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് എനിക്ക് സഹായം ഇവിടുന്ന് വരും, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി യഹോവയിൽ വരുന്നു. രാത്രി 2 മണിക്ക് ചിമ്മിനി വെള്ളത്തിൽ എൻ്റെ അമ്മ വായിച്ച കണ്ണുനീര് മുഴുവൻ വേദപുസ്തകത്തിൽ വീഴും. രാവിലെ എഴുന്നേൽപ്പോൾ എൻ്റെ അമ്മ ആ പാട്ട് ഞാനിന്ന് ഓർക്കുന്നുണ്ട്. ആ അമ്മയുടെ പാട്ടിൻ്റെ ഭയങ്കര ഒരു താളമുണ്ട്. വേദനയോടെയല്ലേ പാടുന്നത്, ചുമ്മാ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു എന്ന് പേര് വരുത്താൻ വേണ്ടി പാടുന്നതല്ല. സ്തോത്രം. വേദനയോടെ, ഒത്തിരി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വേദനയോടെ പാടുന്നത്. മരുവിൽ നിന്നും പ്രിയന്മേൽ ചാരി വരുന്നോളിവളാരുപോൽ, മരുവിൽ നിന്നും പ്രിയന്മേൽ ചാരി വരുന്നോളിവളാരുപോൽ, വാനത്തിൽ കൂടി പോകുന്നേ ഞാനും സ്വന്തരാജ്യത്തിൽ ചെല്ലുവാൻ, വാനത്തിൽ കൂടി പോകുന്നേ ഞാനും സ്വന്തരാജ്യത്തിൽ ചെല്ലുവാൻ. ഈ പാട്ടൊക്കെ നിറകണ്ണുകളോട് എൻ്റെ അമ്മ പാടും. ഞാൻ പാട്ടൊന്നും കേട്ടാൽ ഞാൻ എഴുന്നേക്കത്തൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞൊക്കെ കിടക്കും. ഞാൻ എഴുന്നേക്കാൻ വേണ്ടി അമ്മ പാട്ടിൻ്റെ വേറെ 2 വരി പാടുവേന്നറിയാമോ? ഞാൻ ചിലപ്പോൾ ഒക്കെ പള്ളിയിൽ ഞായറാഴ്ച പറയും, ഞാനേ നിങ്ങൾക്ക് എഴുന്നേക്കാൻ വേണ്ടിയൊക്കെ ഒരു പാട്ടിൻ്റെ 4 വരി പാടുവേന്നറിയാമോ? സ്തോത്രം. മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്തു നീ കിടന്നു, മൃഗത്തെക്കാളും നിർവിചാരിയായി ഉറങ്ങാതെൻ്റെ മനമേ. ഈ പാട്ട് ഞാൻ എഴുന്നേക്കും വരെ എൻ്റെ അമ്മ പാടും. ഞങ്ങളുടെ സ്ഥിതിയെല്ലാം മാറ്റിയത് എൻ്റെ അമ്മ എപ്പോഴും പറയും, വിളിച്ചവനെ അറിഞ്ഞതുകൊണ്ടാണ്. വിളിച്ചവൻ ആരെന്ന് എനിക്കറിയാം. പൗലോസ് പറയുന്നു, സ്തോത്രം, അവനെൻ്റെ ഉപനിധി, എന്നെ അവസാനത്തോളം കാക്കുവാൻ ശക്തൻ. ഇന്ന് പകൽ എൻ്റെ വാക്കുകൾക്കെല്ലാം ഞാൻ വിരാമം ഇടുക. കർത്താവ് അനുവദിച്ചിരുന്ന് രാത്രി നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചേ. ഒരു പക്ഷേ ഇതിൻ്റെ ബാക്കി നമ്മൾ ശുശ്രൂഷിക്കും, അതല്ല മറ്റൊരു നിയോഗം കർത്താവ് എനിക്ക് തന്നു കഴിഞ്ഞാൽ മറ്റൊരു വചനഭാഗം നിങ്ങളെ ശുശ്രൂഷിക്കും. എല്ലാ കണ്ണുകളും അടയട്ടെ. നമ്മളെ വിളിച്ചവനെ തിരിച്ചറിഞ്ഞാൽ നിൻ്റെ പടക് മുങ്ങത്തില്ല കുഞ്ഞേ, നിൻ്റെ ജീവിതം തകരത്തില്ല. നിന്നെ അക്കരെ പോകാമെന്ന് പറഞ്ഞാൽ വിളിച്ചെങ്കിൽ ഗദരദേശത്തിനെതിരെ ഒഴുകുന്ന കടലിനകത്ത് നീ അവസാനിക്കത്തില്ല. അക്കരെ കൊണ്ട് ചെന്ന് ദൈവരാജ്യത്തിൻ്റെ മഹത്വം നിന്നെ കാണിച്ചിരിക്കും. എല്ലാ കണ്ണുകളും അടച്ച് ഞങ്ങളുടെ പ്രിയ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ ജനത്തെ ശുശ്രൂഷിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ദൈവവചനത്തിൻ്റെ അധികാരത്താൽ ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതലുകൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യണമേ. അവിടുത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. അത്ഭുതങ്ങളെ ചെയ്യും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കണ്ണുകളടയ്ക്കാം. കേൾപ്പിച്ച ദൈവവചനത്തിന് മുൻപാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം, കഴിഞ്ഞ നിമിഷങ്ങളിലെല്ലാം പ്രിയ ദേവദാസിലൂടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മെ ഗുണീകരിക്കുന്ന, നമ്മുടെ നേരായ പാതയിലേക്ക് നയിക്കുന്ന ദൈവവചനം പരിശുദ്ധാത്മാവിലൂടെ നാം കേട്ടുകൊണ്ടിരുന്നു. അത് നമുക്ക് പൂർണ്ണമായി ഏറ്റെടുക്കാം. നമുക്കത് സ്വീകരിക്കാം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? ആ അറിവ് നമുക്കുണ്ടോ എന്ന് നമുക്കൊന്നും കൂടെ നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പരിശോധിക്കാം. ജഡീകന്മാർ എന്നാണ് കൊരിന്തി സഭയെ
പൗലോസ് വിവേചിച്ചപ്പോൾ പറഞ്ഞത്. അവർ കൃപാവരമുള്ളവരായിരുന്നു, ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നു, ദൈവവചനത്തിൽ ആഴമായ നിശ്ചയമൊക്കെ ഉണ്ടായിരുന്നിട്ടും അവർ പിൻപറ്റുന്ന ചില പാപ സ്വഭാവങ്ങൾ, ഈർഷ്യയും പിണക്കവും അവരുടെ ഇടയിലുണ്ടായിരുന്നു എന്ന് പൗലോസ് പറഞ്ഞു. നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാതെ നമുക്ക് വചനമെന്ന കണ്ണാടിയിലൂടെ നമുക്ക് നമ്മുടെ മുഖത്തെ വ്യക്തമായി നമുക്ക് നോക്കാം. പാപം മുറുകെ പറ്റുന്ന എന്തെങ്കിലും ജഡീകമായ എന്തെങ്കിലും സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായ ദൈവത്തോട് ഏറ്റുപറയാമോ? ദൈവമേ, ആഴമായ ഒരു ശുദ്ധീകരണത്തിലേക്ക്, ആഴമായ ഒരു വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉപവാസ പ്രാർത്ഥനയിൽ ചില വിഷയങ്ങളിൽ നമ്മുടെ അവയവങ്ങളിൽ ഒരു പാപത്തിൻ്റെ പ്രമാണമുണ്ടെന്ന് കേൾക്കുവാനിടയായല്ലോ. നമ്മൾ പാപപ്രവൃത്തികളിലേക്ക് നയിക്കുന്ന ആ കെട്ടിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, അഭിഷേകത്തിൻ്റെ കൃപയാൽ ഇന്നൊരു ജയമെടുക്കുന്ന ദിനമായിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവമേ, ചില വിഷയങ്ങളിൽ ഒരു ആഴമായ ഒരു വിടുതൽ, ആഴമായ ഒരു വിശുദ്ധീകരണത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിളിച്ച ദൈവത്തെക്കുറിച്ച് ആഴമായ ഒരു അറിവ്, നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയെപ്പറ്റി ആഴമായ ഒരു അറിവ്, പുത്രത്തെ പറ്റി ആഴമായ ഒരു അറിവ്, ഈ ദിവസങ്ങളിൽ ദൈവിക പരിജ്ഞാനത്തിൽ അധികമായി വളർന്നു വരുവാനൊരു പ്രത്യേക ദൈവകൃപ നൽകുന്നതിന് വേണ്ടി നമുക്ക് ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവവചനത്തിന് കീഴ്പ്പെട്ടായിരിക്കുമ്പോൾ തന്നെ ഇന്ന് കടന്നൊന്ന് ശുശ്രൂഷിച്ച പാസ്റ്റർ ഷെറിൻ പോൾ അവர்களോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ ദേവദാസിൻ്റെ ശുശ്രൂഷയും കുടുംബത്തെ എല്ലാം അനുഗ്രഹിക്കട്ടെ. വൈകുന്നേരവും കർത്താവ് വളരെ ശക്തിയോടെ എടുത്തുപയോഗിക്കട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തുടർന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സജീവ് പാസ്റ്ററെ മുന്നോട്ട് ക്ഷണിച്ചോളൂ. കണ്ണുകടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ കർത്താവ് ഈ ആമേൻ സ്തോത്രം 4-ാമത്തെ സെക്ഷനിലേക്ക് കടന്നു വന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി നന്ദി പറയുകയാണ്. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാനെല്ലാം കർത്താവ് തന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. കർത്താവ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? കർത്താവേ, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല അപ്പ, ആത്മാവിൻ്റെ ഹിതത്താൽ ഈ ജീവിതയാത്ര മുന്നോട്ട് നയിപ്പാൻ ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം പകർന്നതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് ഞങ്ങളുടെ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവെന്ന് പകൽക്കാലം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ അകത്തെ മനുഷ്യരൊന്ന് പുതുക്കം പ്രാപിക്കുവാനോ കർത്താവ് ജഡത്തിൻ്റെ എല്ലാ മോഹങ്ങളെ മാറ്റിവെച്ച് ആത്മനിയോഗത്താൽ ഈ നാളുകളിൽ മുന്നോട്ട് പോകുവാൻ പ്രാർത്ഥനയുടെ ആഴത്തിലോട്ട് ഇറങ്ങുവാനല്ല ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകിയ നല്ല പ്രബോധനങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങളെങ്ങനെ വാഴ്ത്തുകയാണ്. കർത്താവെ, പൂർണ്ണമായും ഭാഗികമായ ഉപവാസത്തോടെ ആയിരിക്കും ഞങ്ങളുടെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽക്കാലം തലവണക്കിരിക്കുന്ന എല്ലാ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിൻ്റെ വിടുതലിൻ്റെ കാരണമാക്കി മാറ്റണമേ. വേദലായിരിക്കുന്ന ബഹുമാന എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് പകൽക്കാല ദൈവവചനം സംസാരിച്ച ഞങ്ങളുടെ വിലയേറിയ ഭക്തനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം. കർത്താവ് തന്റെ ശുശ്രൂഷകൾക്കായി, കുടുംബത്തിനായി, സഭകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കർത്താവേ, ഹല്ലേലൂയ, ഇത്രത്തോടെ അങ്ങ് മാനിച്ചതിനായി സ്തുതിക്കുന്നു. രാത്രി കാലത്തെ കർത്താവ് ശുശ്രൂഷകളെ കർത്താവ് ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഇപ്പോൾ പിരിയുമ്പോഴും പിരിയാത്ത സാന്നിധ്യം കൂടി ഇരിക്കണമേ. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ യാത്രയെല്ലാം സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവമഹത്വം, പുകഴ്ച, ബഹുമാനവും അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. രാത്രികാലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കും. എല്ലാ മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനെ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ മടങ്ങിപ്പോകാം. വൈകുന്നേരത്തെ സെഷൻ കൃത്യം 7 മണിക്ക് തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഇന്ന് പകൽക്കാലം ശുശ്രൂഷിച്ച പാസ്റ്റർ ഷെറിൻ പോൾ അവറുകൾ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. പ്രാർത്ഥനയോടെ എല്ലാവർക്കും കടന്നു വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.